എൻ്റെ പേര് ആൻസൺ എന്നാണ്. ഞാൻ മാരാമൺ ദേശത്ത് ജനിച്ചതുകൊണ്ട് ആൻസൺ മാരാമൺ എന്ന് അറിയപ്പെടുന്നു. എൻ്റെ കുടുംബത്തില് മാരാമണ്ണ് എൻ്റെ പ്രിയപ്പെട്ട അമ്മയുണ്ട്. അമ്മ എൻ്റെ അനുജൻ അനിൽ വർഗീസിനോട് ഒപ്പം ഭവനത്തിൽ വസിക്കുന്നു. എൻ്റെ പിതാവ് 1999 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി. ഭവനത്തില് ഞാനും എൻ്റെ പ്രിയ ഭാര്യ ആശ വർഗീസ്, എൻ്റെ മകൾ ആലീസ്, എൻ്റെ മകൻ ആൽവിൻ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ഒരു വേലയിൽ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ കുമ്പനാട് IPC ഏലിം സഭയിൽ കൂടിയാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. നാം കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ വിടുതലും രോഗശാന്തിയും അത്ഭുതവും ഒക്കെ അനുഭവിക്കുന്നവരുടെ സാക്ഷ്യമാണ്. നമുക്കത് വിശ്വസിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ എൻ്റെ സാക്ഷ്യം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. വിടുതലും രോഗശാന്തിയും ഒക്കെ നൽകിയ ഒരു സാക്ഷ്യമാണ്. പ്രവചനം കേട്ട സാക്ഷ്യമല്ല, പ്രവചിച്ച സാക്ഷ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേൾക്കുന്നവർക്ക് അത് അവിശ്വസനീയമായി തോന്നാം. എൻ്റെ സാക്ഷ്യം പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ വേദഭാഗം വായിച്ച് കർത്താവിൽ ശരണപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 38-39 വാക്യങ്ങൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. നമുക്കറിയാം, തെക്കപ്പള്ളി നാട്ടിൽ നടന്ന ഒരു സംഭവമാണിത്. അതിന് അവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തത് ഒക്കെയും അറിയിക്ക എന്ന് പറഞ്ഞു അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തത് ഒക്കെയും പട്ടണത്തിൽ എല്ലായിടത്തും അറിയിച്ചു. സ്തോത്രം. നമുക്ക് ദൈവം നമ്മോട് ചെയ്ത വലിയ നന്മകൾ, നമ്മെ വിടുവിച്ച വിടുതൽ ലോകത്തോട് വിളിച്ചു പറയുക എന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് നമ്മെക്കുറിച്ച്. അതൊരു വലിയ ശുശ്രൂഷയാണ്. അനേകർ അതിലൂടെ വിടുവിക്കപ്പെടുവാനും അനേകർ അതിലൂടെ ദൈവത്തെ അറിയുവാനും ഇടയാകും. ചിലർ പറയാറുണ്ട്, സുവിശേഷം മാത്രം പറഞ്ഞാൽ മതി, അനുഭവങ്ങൾ പങ്കുവെക്കേണ്ട ആവശ്യമില്ല. സാക്ഷ്യം എന്നത് ഒരു വ്യക്തിയുടെ അനുഭവമാണല്ലോ. പക്ഷെ അതല്ല. കർത്താവ് ഈ വേദഭാഗത്ത് എന്താണ് പറയുന്നത്? കർത്താവ് അവനോട് പറഞ്ഞു, നീ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തത് ഒക്കെയും അറിയിക്കായെന്ന്. നമ്മുടെ സാക്ഷ്യം, കർത്താവ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തിയ, കരം പിടിച്ച് നടത്തിയ സാക്ഷ്യം, കർത്താവ് നമ്മെ വിവിധമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചതായ സാക്ഷ്യം ലോകത്തോട് പങ്കുവയ്ക്കുക എന്നുള്ളത് ദൈവമക്കളായ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. എൻ്റെ മാതാവും പിതാവും അവരുടെ കുടുംബങ്ങളൊക്കെ മാർത്തോമ വിശ്വാസത്തിൽ പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന 2 കുടുംബങ്ങളാണ്. എന്നാൽ ഞാൻ ജനിക്കുമ്പോൾ ചെട്ടിമുക്ക് ചെറുപുഷ്പം മലങ്കര കത്തോലിക്ക സുറിയാനി പള്ളിയിൽ ആണ് ഞങ്ങൾ അംഗങ്ങളായിരുന്നത്. എൻ്റെ പിതാവും എൻ്റെ മാതാവും അവിടെ അംഗങ്ങളായി ചേരുവാനിടയായി. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. എൻ്റെ വലിയപ്പച്ചനും അധ്യാപകനായിരുന്നു. ആ പള്ളിയുടെ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ചെട്ടുമുഖനത്തെ. അപ്പോൾ അത് സംബന്ധിച്ചായിരിക്കാം ഒരുപക്ഷെ ഇവര് കത്തോലിക്ക സഭയിലേക്ക് ചേരുവാൻ ഇടയായി. അപ്പോൾ ഞാൻ ജനിക്കുമ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിയായിട്ടാണ് ജനിക്കുന്നത്. വളരെ ചെറുപ്പം മുതൽക്കേ പള്ളിക്കാര്യങ്ങളോടും ആരാധനയോടും ആരാധനാ ഗീതങ്ങളോടൊക്കെ വലിയ ഇഷ്ടം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ ഉച്ചത്തിൽ പാട്ടുകൾ പാടുകയും ഭക്തിയോടുകൂടി ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് കണ്ട് ഏകദേശം ഒരു 10 വയസ്സായപ്പോൾ, അന്ന് ഞങ്ങളുടെ ഇടവകയിൽ സ്ഥലം മാറി വന്ന റാന്നി സ്വദേശിയായ പ്രിയ മാത്യു കരിമ്പിൽ അച്ഛൻ, അദ്ദേഹം കരിമ്പിൽ കോർ എപ്പിസ്കോപ്പയായിട്ട് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നെ കണ്ട് എന്തോ എന്നോട് ഒരു ഇഷ്ടം തോന്നിയതുകൊണ്ട് ആ 10ാമത്തെ വയസ്സിൽ തന്നെ എന്നെ മദ്ബഹയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ഭയങ്കര ആഗ്രഹമാണ് ഈ മദ്ബഹയില് ശുശ്രൂഷകർ കുപ്പായമൊക്കെ ഇട്ട് മർബാസ ഒക്കെ കുലുക്കി അവർ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു എനിക്ക് മദ്ബഹായിൽ ശുശ്രൂഷിക്കണമെന്ന്. ആ പ്രിയ വൈദികൻ എന്നെ മദ്ബഹയിലേക്ക് കൈപിടിച്ച് നടത്തി എന്നെ പരിശീലിപ്പിക്കുവാൻ ആരംഭിച്ചു. മദ്ബഹായിലെ ശുശ്രൂഷകളും അതുപോലെ ആരാധനാ ഗീതങ്ങളും സുറിയാനി പാട്ടുകളും അതോടൊപ്പം തന്നെ ഹാർമോണിയം, ഗിറ്റാർ, ഇതൊക്കെ എന്നെ പരിശീലിപ്പിക്കുവാൻ ആരംഭിച്ചു. ഏകദേശം 2 വർഷം കൊണ്ട് 12 വയസ്സായപ്പോൾ ഞാൻ അതൊക്കെ ഏകദേശം ഹൃദയസ്ഥമാക്കി മനസ്സിലാക്കിയെടുത്തു. മദ്ബഹായിലെ ശുശ്രൂഷകളൊക്കെ പഠിച്ചു. ആ 12ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാതെ എന്നെ പ്രധാന ശുശ്രൂഷകനായിട്ട് നിയോഗിച്ചു. മദ്ബഹായിൽ എന്നേക്കാൾ വലിയ പ്രായമുള്ള 16 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സുള്ള ശുശ്രൂഷകരുണ്ട്.
അപ്പോൾ അതെനിക്കൊരു വലിയ അഭിമാനമായി തീർന്നു. കർത്താവിൽ അതൊരു വലിയ അഭിമാനമായി തീർന്നു. അങ്ങനെ തികഞ്ഞ ഒരു പള്ളി വിശ്വാസിയായിട്ട്, സഭാവിശ്വാസിയായിട്ട് ബാല്യം മുതലേ വളർന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. സഭാചരിത്രം, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പാഠങ്ങള്, ഇതൊക്കെ വായിക്കുവാനും പള്ളിക്ക് ഭയങ്കര നല്ലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഇടവക പള്ളിക്ക്. അതിൽ നിന്ന് ഉള്ള പുസ്തകങ്ങളൊക്കെ നന്നേ ചെറുപ്പത്തിൽ തന്നെ മിക്കവാറും മുഴുവൻ വായിച്ചു തീർക്കുവാനും ദൈവശാസ്ത്രപരമായ പുസ്തകങ്ങൾ വായിക്കുവാനൊക്കെ കർത്താവ് ആ സമയങ്ങളിൽ ഇടയാക്കിയത് ഞാൻ ഓർക്കുന്നു. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പിന്നീട് എൻ്റെ ആഗ്രഹം മുഴുവൻ മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതനായി ജീവിക്കണം. പിന്നെ എൻ്റെ പ്രയത്നം മുഴുവൻ അങ്ങനെയായി. അതേക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ പഠിക്കുവാനും സെമിനാരിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും. തിരുവല്ലയിൽ അരമനയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അവിടെ തന്നെയാണ് മൈനർ സെമിനാരി. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന വലിയ ഇഷ്ടമാണ്. തിരുമേനിമാരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന, അച്ഛന്മാരുമായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒക്കെ ഇഷ്ടമാണ്. പള്ളിക്കാരികൾക്കും അങ്ങനെ തിരുവല്ലയിൽ വരും. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ SSLC പാസ്സായപ്പോൾ ഓടി അച്ഛൻ്റെ അടുത്ത് ചെന്നു, കരൺബച്ചൻ്റെ അടുത്ത്. കരൺബച്ചൻ അന്ന് അവിടുന്ന് ട്രാൻസ്ഫർ ആയി വേറൊരു സ്ഥലത്തേക്ക് മാറി. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ 10ാം ക്ലാസ് പാസ്സായി, എനിക്ക് സെമിനാരിയിൽ ചേരണം. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, മകനെ, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, സമയമായിട്ടില്ല, നീ പ്രീ ഡിഗ്രി പാസ്സായിട്ട് നമുക്ക് അക്കാര്യം ചിന്തിക്കാമെന്ന്. അങ്ങനെ ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പിന് ചേരുകയാണ്, ഈവനിങ് ബാച്ചിൽ. അവിടെ 2 വർഷം പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായ ഉടൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെന്നു. അച്ഛൻ പറഞ്ഞു, മോനെ, ഇപ്പോഴും സമയമായിട്ടില്ല, നിനക്ക് ഇനിയും പഠിക്കുവാനുണ്ട്, നീ ഡിഗ്രിക്ക് ചേരുക, പഠിക്കുക. ദൈവവേല നിനക്ക് എന്നും ചെയ്യാമല്ലോ, ജീവിതത്തിൽ ഏത് സമയമാണെങ്കിലും നിനക്ക് ദൈവവേലയ്ക്കായിട്ട് വേർതിരിയാം. അതുകൊണ്ട് മുൻപോട്ട് പഠിക്കുക, തൽക്കാലം നിന്റെ കുടുംബം നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ BSc ഫിസിക്സിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുമ്പോഴാണ് മലയാള മനോരമയിൽ നേവിയിൽ ആർട്ടിഫൈസർ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് ഉണ്ടെന്ന് അറിയുന്നത്, ഇന്ത്യൻ നേവിയിൽ. എൻ്റെ അനുജനാണ് ആ വാർത്ത എന്നെ കാണിച്ചത്. പെട്ടെന്ന് എനിക്ക് അതിലൊരു ഇഷ്ടം തോന്നി. അതേക്കുറിച്ചൊന്നും അറിയില്ല. ഒരു ഇഷ്ടം തോന്നിയിട്ട് അതിന് ആപ്ലിക്കേഷൻ അയച്ചു. അപ്പോഴാണ് ഞങ്ങളുടെ ഇവിടെ മാരാമണ്ണ് തന്നെ ഉള്ള പാസ്റ്റർ ഷിബു നെടുവേലിൽ അവരുടെ മൂത്ത സഹോദരൻ, പ്രിയ കമാൻഡർ മാത്യു, അദ്ദേഹം അന്ന് നേവിയിലായിരുന്നു, നേവിയിൽ കമാൻഡർ ആയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. അദ്ദേഹം അതേക്കുറിച്ച് വളരെ നന്നായിട്ട് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. വളരെ നല്ല ഒരു കേഡറാണ്, 4-5 വർഷം ട്രെയിനിങ് ഉണ്ടാകും, പരിശീലനം ഉണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായി. ഞാൻ കൊച്ചിയിലേക്ക് പോയി. അവിടെ ടെസ്റ്റുകളൊക്കെ എഴുതി. ധാരാളം പേരുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓർക്കുകയാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നു. ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അവിടെ എൻട്രൻസ് ടെസ്റ്റ് എഴുതി അതിൽ പാസ്സാകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ നിന്ന് മെഡിക്കൽ ടെസ്റ്റുകളും ഒക്കെ പാസ്സായി. കൊച്ചിയിൽ നിന്ന് ഞങ്ങളെ 10 പേരെ സെലക്ട് ചെയ്തു. അടുത്ത ടെസ്റ്റുകൾക്കായിട്ട് പൂനെയിലേക്ക് പോകണം. അങ്ങനെ ഒന്നും അറിയാതെ, ഭാഷ പോലും ശരിക്കും അറിയാതെ, അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക്, പൂനെയിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് ഏകദേശം 20-25 ദിവസത്തെ ടെസ്റ്റുകളായിരുന്നു. വിവിധ ടെസ്റ്റുകള്, വിവിധങ്ങളായ ഇന്റർവ്യൂകള്, അതെല്ലാം കർത്താവിന്റെ കൃപയാൽ പാസ്സാവുകയും ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം 12ാമത്തെ റാങ്കോടുകൂടി പാസ്സാവുകയും ചെയ്തു. അപ്പോൾ സെലക്ഷന് അവരൊരു അവസരം തന്നു. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ സെലക്ട് ചെയ്തു. അപ്പോൾ അതിന്റെ പരിശീലനം ഗുജറാത്തിലാണ്, ജാംനഗറിൽ. അവിടേക്ക് യാത്രയായി. അങ്ങനെ ഞാൻ നേവിയിൽ 1985 ജാനുവരി മാസം 12ാം തീയതി നേവിയിൽ ചേരുവാൻ ഇടയായി. അവിടെ 2 വർഷം പഠിച്ച് അവിടെയും കർത്താവിന്റെ കൃപയാൽ ഉയർന്ന മാർക്കോടെ 2 വർഷത്തെ പരിശീലനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ 80% മുകളിൽ മാർക്ക് ഉള്ളവർക്ക് ഏവിയേഷൻ കേഡർ തിരഞ്ഞെടുക്കാം എന്ന ഒരു ഓപ്ഷൻ വന്നപ്പോൾ ഞാനത് തിരഞ്ഞെടുത്തു. പിന്നീടുള്ള പരിശീലനം കൊച്ചിയിലാണ്, INS ഗരുഡ. കൊച്ചിയിലേക്ക് കടന്നു വന്ന് അവിടെ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി. 4 വർഷം കഴിഞ്ഞ് പിന്നീടുള്ളത് 1 വർഷത്തെ ഓൺ ജോബ് ട്രെയിനിങ് ആണ്. അതിനായിട്ട് എനിക്ക് അവസരം ലഭിച്ചത് ഗോവയിലാണ്. റഷ്യൻ നിർബന്ധമായ ഒരു രഹസ്യ വിമാനത്തിലാണ് എനിക്ക് അതിനുള്ള അവസരം ലഭിച്ചത്. ഞാൻ അവിടേക്ക് പോയി. ഗോവയിലെ ഡബോളിം എയർപോർട്ട്, അവിടെ INS ഹൻസ എന്ന് പറയും, ഇന്ത്യൻ നേവൽ ഷിപ്പ് ഹൻസ. അവിടെ പരിശീലനം പൂർത്തിയാക്കി. അപ്പോയിന്റ്മെന്റ് അവിടെ തന്നെ ലഭിച്ചു. അങ്ങനെ വളരെ നല്ല ജോലിയുള്ള, സ്വന്തമായിട്ട് നല്ല സാലറിയുള്ള, സ്വന്തമായിട്ട് ഒരു കൈനറ്റിക് ഹോണ്ട സ്കൂട്ടർ ഉള്ള ബാച്ചിലറായ ഒരു വ്യക്തി ഗോവയിൽ
ജോലിയിലായി. വീക്കെൻഡുകൾ ഫ്രീ ആണ്, 5 ദിവസത്തെ ജോലിയേ ഉള്ളൂ. ഗോവയിലെ ജീവിതം അന്ന് പ്രിയപ്പെട്ട കേൾക്കുന്നവർക്ക് അറിയാം എന്താണെന്ന്. അപ്പോൾ ആ ജീവിതത്തിലേക്ക് അങ്ങ് ഇഴുകിച്ചേർന്നു, ഗോവൻ ലൈഫിലേക്ക്. ഏകദേശം 1995 ആയപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല, ഇതിനൊരു മാറ്റം വരണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ നിന്ന് ഒരു മാറ്റവുമില്ല. കാരണം ഞാൻ റിട്ടയർ ചെയ്യേണ്ടത് അവിടെ നിന്നും തന്നെയാണ്. ഞങ്ങളുടെ എയർക്രാഫ്റ്റ് വിമാനം ദൂരെ എങ്ങും പോകുന്നതല്ല. അതിന് ലാൻഡ് ചെയ്യുവാൻ അവിടെ മാത്രമേ സാധിക്കൂ. ഡൽഹി എയർപോർട്ടിലും ഈ ഡബോളിം എയർപോർട്ടിലും മാത്രമേ ആ വിമാനം ലാൻഡ് ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ ഇല്ല. പക്ഷെ ഞാൻ ഹൃദയത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്റെ ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞു ബാംഗ്ലൂരിലേക്ക്. ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ആകപ്പാട് HAL എന്ന ആ വലിയ കമ്പനിയിൽ ഞങ്ങൾക്കൊരു ലൈസൺ ഓഫീസ്, അത് മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങളെപ്പോലുള്ളവർക്ക് യാതൊരു സ്ഥാനവുമില്ല. ഞങ്ങൾക്ക് അവിടെ വേക്കൻസി ഇല്ല. പക്ഷെ ഞാൻ ഹൃദയം കൊണ്ട് അങ്ങ് തീരുമാനിക്കുകയാണ് ബാംഗ്ലൂരിൽ ട്രാൻസ്ഫർ ആയി എന്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുവാനായിട്ട്. എന്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ വന്നു ബാംഗ്ലൂരിലേക്ക്. അവരെല്ലാം വിശ്വസിച്ചു കേട്ടോ. പക്ഷെ ആ പ്രാവശ്യത്തെ ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നപ്പോഴും എന്റെ പേര് അതിലില്ല. പ്രിയമുള്ളവർ, വിശ്വസിക്കുമോ, 1994 ഞാൻ ഈ ഒരു കാര്യം എല്ലാവരും പറഞ്ഞത്, എനിക്ക് ട്രാൻസ്ഫർ ആയെന്ന് ബാംഗ്ലൂരിലേക്ക്. എന്നാൽ 1995 ട്രാൻസ്ഫർ ലിസ്റ്റില് എന്നെ ദൈവം അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഗോവയിലെ ജീവിതം മതിയാക്കി ബാംഗ്ലൂർ HAL ഞാൻ വരികയാണ്. 1995 മെയ് മാസത്തിലാണ് വരുന്നത്. ബാംഗ്ലൂരിൽ വന്ന ഉടനെ തന്നെ എന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, പഴയ പോലെ ജീവിച്ചാൽ പറ്റില്ല, ഇനി വിവാഹം കഴിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഞാൻ ആദ്യം കാണുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കൂ, അവർക്ക് താല്പര്യമില്ലാതെ ഞാൻ വിവാഹം ഇല്ലാതെ ജീവിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും അങ്ങനെ ആലോചന സാധാരണ വരികയില്ലായിരുന്നു. ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു, ഒരു വിവാഹാലോചന വേണമല്ലോ. അതിനായിട്ട് പത്രങ്ങൾ പരതി, പത്രത്തിൽ കണ്ട ഒരു നമ്പറിൽ വിളിച്ച് ഞാൻ ആ ഭവനത്തിൽ പോയെങ്കിലും അവിടെ പെൺകുട്ടി ഇല്ലായിരുന്നു. എനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വളരെ അടുത്ത എൻ്റെ ഒരു ആന്റി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. ആ ആന്റിയുടെ ഇടപെടലിലൂടെ ബാംഗ്ലൂർ നിന്ന് വിവാഹം കഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിച്ചു. സ്തോത്രം. ഈ HAL നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എയർക്രാഫ്റ്റിന് അരക്കോണം, ചെന്നൈക്കടുത്ത് അരക്കോണം എന്ന സ്ഥലത്ത് അതിന് ലാൻഡ് ചെയ്യാനുള്ള റൺവേ അപ്പോഴത്തേക്ക് പണിഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ട്രാൻസ്ഫർ വന്നത് അരക്കോണത്തേക്കാണ്. ഞാൻ അവിടെ പ്രൊമോഷനോട് ട്രാൻസ്ഫർ ആയി 2 വർഷം അവിടെ ജോലി ചെയ്തു. അങ്ങനെ 15 വർഷം തികച്ചു, എന്റെ കോൺട്രാക്ട് തികച്ചു. പിന്നീട് മുൻപോട്ട് എത്ര വർഷം വേണമെങ്കിലും ഞങ്ങൾക്ക് സൈൻ ചെയ്യാം. പക്ഷെ അപ്പോഴാണ് ഗൾഫ് എയറിൽ ഒരു നല്ല എഞ്ചിനീയർ വേക്കൻസി ഉള്ളതായിട്ട് അറിയുന്നത്. അത് ലഭിക്കുമെന്നുള്ള വിചാരത്തില് ഞാൻ എന്റെ അൺവില്ലിങ്നെസ് കൊടുക്കുകയാണ് റിട്ടയർ ചെയ്യാനായിട്ട്. അങ്ങനെ അരക്കോണത്ത് നിന്ന് 2000 ജാനുവരിയിൽ റിട്ടയർ ചെയ്യുകയാണ്. ആ 2000 റിട്ടയർ ചെയ്തിട്ട് മുംബൈയിലേക്ക് വരികയാണ്. മുംബൈയിലാണ് എന്റെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത്. അവിടെ ഏകദേശം 1 മാസമുണ്ട്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവിടെ ഓഫീസിൽ പോയി ഇരുന്നാൽ മതി, ക്ലാസ് റൂമിൽ ഇരുന്നാൽ മതി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ ഈ ഗൾഫ് ഫെയറിന് ഉള്ളതായ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ബോംബെയിൽ നിന്ന് തിരികെ വരുവാനായിട്ടുള്ള റിസർവേഷൻ ചെയ്തിരുന്നത് ഫെബ്രുവരി 4 തീയതി, 2010 ഫെബ്രുവരി 4 തീയതി കന്യാകുമാരി എക്സ്പ്രസിന്. അന്ന് ഞങ്ങൾക്ക് സെക്കൻഡ് AC ഫ്രീ ടിക്കറ്റ് ഉള്ളത്. ഫ്രീ യാത്രയാണ് നേവിയുടെ ഭാഗത്തുനിന്ന്. ഏകദേശം ഫെബ്രുവരി 2 തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ മീറ റോഡ് റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ കാല് തട്ടി ഒരു പത്ര കടലാസ് ഉയർന്നു വന്നു. അപ്പോൾ ഞാനത് എടുത്തു. അത് മിഡ് ഡേ എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ കടലാസായിരുന്നു. അന്നത്തെ പേപ്പറാണ്. ഞാനത് വെറുതെ വായിച്ചു നോക്കിയപ്പോൾ അതിലുള്ള ഒരു പരസ്യം എന്റെ കണ്ണുകൾ ഉടക്കി. അപ്പോൾ ഞാൻ അന്ന് തികഞ്ഞ ഒരു കത്തോലിക്ക വിശ്വാസിയും ദൈവവിശ്വാസിയും ഒക്കെ ആണെങ്കിൽ തന്നെയും എൻ്റെ ആ ജീവിത കാലയളവില് ഒരു യുക്തിവാദം എന്നിൽ ഉടലെടുത്തു. ഞാൻ ഈ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളോ ഒന്നും വേഗത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ചില കാര്യങ്ങൾ നേരിട്ട് കണ്ട് നേരിട്ട് അനുഭവിച്ചെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ. അപ്പോൾ അതുപോലെയുള്ള ഒരു യുക്തിവാദം എന്നിൽ ഉടലെടുത്തു. ഈ പരസ്യം എന്തായിരുന്നു? യാതൊരു മരുന്നുമില്ലാതെ രോഗശാന്തി നൽകുന്നതായ ഒരു ചികിത്സ. അതിനെ വല്ലാതെ ആകർഷിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ആ യുക്തിവാദി ഉയർന്നു വന്നു. എന്നാൽ ഇതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യം, കാരണം ഇതൊരു കളിപ്പിക്കൽ പരിപാടിയാണ്, പറ്റിക്കലാണ്. പോയി കാര്യം അറിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ഉറച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നതായ ടെലിഫോൺ നമ്പറിൽ
ഒരു മിസ്റ്റർ ചേതൻ ചുഗാനി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഞാൻ അടുത്ത ഒരു ബൂത്തിൽ കയറി ആ വ്യക്തിയെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് സംഗതി ശരിയാണ്, ഇത് വളരെ നീണ്ട ഒരു പരിശീലനമാണ്, ഓരോ ദിവസത്തെ പരിശീലനമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും വന്ന് കാണുമെന്ന് പറഞ്ഞു. ജുഹു ബീച്ചിൽ ആണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭവനം. ഞാൻ അടുത്ത ദിവസം തന്നെ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി അദ്ദേഹത്തെ കാണുവാൻ ജുഹു ബീച്ചിൽ ചെന്നു. വീട്ടിൽ ചെന്നു. അദ്ദേഹത്തെ കണ്ട് കുറെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വ്യക്തിയെ പഠിപ്പിച്ചാൽ കാര്യം ശരിയാകില്ല എന്ന് തോന്നിക്കാണണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വളരെ ബിസിയാണ്, ഒരു ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു, 2 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കുവാനുള്ള ഒരു കാര്യമാണെന്ന്. ഞാൻ എന്ത് ചെയ്തു, ആ ജുഹു ബീച്ചിൽ തന്നെ ഇരുന്നു 2 മണി വരെ. കൃത്യം 2 മണി ആയപ്പോൾ തിരികെ ചെന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ പഠിപ്പിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല. ഫീസ് കൊടുത്തു, പഠിക്കുവാനിരുന്നു. അദ്ദേഹം പല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഏകദേശം സന്ധ്യയായപ്പോൾ പറഞ്ഞു, തിയറി കഴിഞ്ഞു, ഇനിയും പ്രാക്ടിക്കലാണ്. അതിനൊരു ഇനിഷ്യേഷൻ പ്രോസസ് ഉണ്ട്. ഇത് റേക്കി എന്ന് പേരുള്ള ചികിത്സയായിരുന്നു. റേക്കി, കൈവച്ച ചികിത്സ, തൊട്ടു ചികിത്സ എന്ന് പറയും. അപ്പോൾ ആ ഇനിഷ്യേഷൻ ചെയ്ത നിമിഷം എന്റെ ഈ യുക്തിവാദത്തെ ഒക്കെ പാറിപ്പറത്തിക്കൊണ്ട് എന്റെ ശരീരത്തിൽ ഞാൻ ചില കാര്യങ്ങൾ അനുഭവിച്ചു. എന്റെ കൈയുടെ ഭാരം കൂടി, എന്തോ എന്റെ കയ്യിലേക്ക് വന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ഒരു റേക്കി ചികിത്സകനാണ്, ഒരു മരുന്നുമില്ലാതെ താങ്കളുടെ അടുത്ത് വരുന്ന രോഗികളെ കൈവച്ച് സൗഖ്യമാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് ഇതിന്റെ അടുത്ത ലെവല്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് വിദൂരത്തിൽ ചികിത്സിക്കാനാണ്. ആളിനെ കാണണ്ട, ദൂരം ഒരാൾ ഫോണിൽ വിളിക്കുകയോ പേര് പറയുകയോ ചെയ്താൽ അവരെ നിങ്ങൾക്ക് ചികിത്സിക്കുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ അത് പഠിക്കണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അത് അങ്ങനെ പഠിക്കുവാൻ സാധിക്കുകയില്ല. ഒരു 3 ആഴ്ച 21 ദിവസം കഠിനമായി ഇപ്പോൾ നിങ്ങൾ പഠിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രാക്ടീസ് ചെയ്തെങ്കിലേ അത് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നാളെ സ്ഥലം വിടുകയാണ്, എനിക്കിത് പഠിച്ചേ പറ്റൂ, ഞാൻ പഠിക്കാതെ പോവുകയല്ല എന്ന് പറഞ്ഞു. അവിടെ തന്നെ ഇരുന്നു. രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. ഞാൻ അതിന്റെ ഫീസ് കൊടുത്തു. അങ്ങനെ 2ാമത്തെ ലെവല് പഠിച്ചു. ഏകദേശം രാത്രി 2 മണി ആയപ്പോൾ അത് അവസാനിച്ചു. ഞാൻ 2 മണിക്ക് തിരികെ മീറ റോഡിൽ ഞാൻ താമസിച്ച സ്ഥലത്തേക്ക് വന്നു. 4-ാം തീയതി മടങ്ങി വരികയാണ്. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ചിന്തകളെല്ലാം മാറുകയാണ്. ഗൾഫ് ഫെയർ എന്നുള്ള കാര്യം എന്റെ മനസ്സിൽ നിന്ന് മാറി. എന്റെ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളൊക്കെ പെട്ടിയിൽ പൂട്ടിയിട്ട് ഇദ്ദേഹം തന്ന ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിക്കുവാൻ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ 4-ാം തീയതി രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ഒരു ഇന്റർനെറ്റ് കഫേയിൽ പോയിട്ട് ഒരു പുതിയ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. എന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കി വെള്ള പേപ്പറിൽ കളർ പ്രിന്റ് ചെയ്തിട്ട് അതിനെ ലാമിനേറ്റ് ചെയ്ത് സിസർ കൊണ്ട് കട്ട് ചെയ്ത് അങ്ങനെ 8 വിസിറ്റിംഗ് കാർഡുകൾ അന്നുണ്ടാക്കി അത് കയ്യിൽ വെച്ചു. എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ട്രെയിനിൽ കയറി. അപ്പോൾ എന്റെ കൂടെ അന്ന് ആ AC സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. ട്രോംബെ ആറ്റമിക് റിസർച്ച് സെന്ററിൽ ഉള്ളതായ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ്, അപ്പോൾ തന്നെ മുംബൈയിലെ ഒരു വലിയ പേരുകേട്ട ഹൃദ്രോഗ വിദഗ്ധൻ, അങ്ങനെ സമൂഹത്തിൽ ഉന്നതരായ പലരുമായിരുന്നു, ശാസ്ത്രജ്ഞരൊക്കെ ആയിരുന്നു അന്ന് എന്റെ കൂടെ ആ കോച്ചിലുണ്ടായിരുന്നത്. ഞാൻ അടുത്ത ദിവസം 5-ാം തീയതി ഇവരോടൊക്കെ പരിചയപ്പെട്ടു. ഇവരോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്കൊന്നും വിശ്വസിക്കാൻ സാധ്യമായില്ല. അവർക്ക് പറയുന്നത് ഇതൊക്കെ വെറും കളിപ്പിക്കലാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്കാണ് ഞാൻ ഈ വിസിറ്റിംഗ് കാർഡ് ആദ്യം കൊടുക്കുന്നത്, എന്റെ വിസിറ്റിംഗ് കാർഡ്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ 6-ാം തീയതിയായി കേരളത്തിലെത്തി. അപ്പോൾ ഭവനത്തിൽ ഉള്ളവർ നോക്കിയിരുന്നത് ഗൾഫിലേക്ക് യാത്രയാകുന്ന അൻസനെയാണ്. എന്റെ ഭാര്യയും എന്റെ അമ്മയും അനിയനും അനിയത്തിയും ഒക്കെ വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ അടുത്ത ദിവസം മുതൽ ഈ റേക്കി ചികിത്സയുടെ കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഭവനത്തിൽ ഭയങ്കര വിഷമമായി, പ്രയാസമായി. പക്ഷെ ഞാൻ ആരെയും ശ്രദ്ധിക്കുവാൻ പോയില്ല. മനോരമ പത്രത്തിൽ പരസ്യം കൊടുത്തു, മരുന്നില്ലാതെ ചികിത്സ എന്ന് പറഞ്ഞ്. അങ്ങനെ ഭവനത്തിൽ ആൾക്കാർ വരുവാൻ തുടങ്ങി. ഭവനത്തിൽ എനിക്ക് സന്ദർശകരെ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അതുപോലെ ആൾ കൂടി. വന്നവർക്കൊക്കെ സൗഖ്യമായി. അങ്ങനെ ഞാനൊരു റേക്കി ചികിത്സകനായിട്ട് കുമ്പനാട്ടേക്ക് മാറുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ നേവിയിലുള്ളപ്പോഴും ഈ ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ സബ്ജക്ട്സ് പഠിക്കുമായിരുന്നു. ഹോമിയോപ്പതി, ബയോകെമിക്, അക്യുപഞ്ചർ, അതുപോലെയുള്ള വിവിധ വിഷയങ്ങൾ പഠിക്കുമായിരുന്നു. ഞാൻ അതിനായിട്ട് കൽക്കട്ടയിലുള്ള ഒരു കോളേജിൽ ചേർന്നിട്ടുണ്ടായിരുന്നു വിദൂര പഠനത്തിനായിട്ട്. അങ്ങനെ ആ പഠനം മുന്നോട്ട് വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ കുമ്പനാട്ട് ഒരു ക്ലിനിക്കായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഹോമിയോപ്പതി മരുന്നുകളും വെച്ച് എനിക്ക് ഒരു ലൈസൻസ്ഡ് ഹോമിയോപ്പതി ഡോക്ടറെ കൂടെ സഹായത്തിനായിട്ട് ലഭിച്ചു. ആ ഡോക്ടർ ഹോമിയോപ്പതി ചികിത്സ ചെയ്യുന്നു, ഞാൻ റേക്കി ചികിത്സ ചെയ്യുന്നു. ഇങ്ങനെ മുൻപോട്ട് പോയി എന്റെ പഠനത്തിൽ ഞാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൊടുത്ത് അത് മുഴുവൻ പഠിച്ച് ആ പഠനം പൂർത്തിയാക്കി അതിൽ ഡിഗ്രി കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ
ലൈസൻസ് കരസ്ഥമാക്കി. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇന്ത്യയിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യുവാനുള്ള ലൈസൻസ് കരസ്ഥമാക്കി. അങ്ങനെ വിവിധ ചികിത്സകൾ, ഒന്നല്ല പല ചികിത്സകൾ, മരുന്നും മരുന്നില്ലാത്തതയുമുള്ള അങ്ങനെ ഒരു സംയുക്ത ചികിത്സ നടത്തുന്ന ഒരു ക്ലിനിക്കായിട്ട് കുമ്പനാട് ജംഗ്ഷനിൽ തന്നെ തുടങ്ങുവാനിടയായി. അതോടൊപ്പം തന്നെ എന്റെ ചെറുപ്പത്തില് യോഗ നല്ലതുപോലെ അഭ്യസിക്കുമായിരുന്നു. ഏകദേശം എന്റെ 15 വയസ്സിൽ ആണെന്ന് തോന്നുന്നു, ഒരു പുരോഹിതൻ എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട യോഗ ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ബുക്കിൽ ഉള്ളത് വായിച്ച് അതിലുള്ളതുപോലെ ചെയ്ത് അങ്ങനെ യോഗ, പ്രാണായാമ, ധ്യാനം ഇതൊക്കെ ഞാൻ നന്നേ ചെറുപ്പത്തിലെ പരിശീലിക്കുമായിരുന്നു. പക്ഷേ നേവിയിൽ ചേർന്ന് കഴിഞ്ഞ് അതൊക്കെ പോയി, ഞാൻ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തനായി. പക്ഷേ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വക കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അതിന്റെ ധ്യാനത്തിലേക്ക് കടക്കുവാനിടയായി. തപസ് അനുഷ്ഠിക്കുന്ന ഒരു രീതിയിലേക്ക് 2000 മുതലേ ഞാൻ അത് ആരംഭിച്ചു. ആ തപസ് അനുഷ്ഠാനത്തിലൂടെ എനിക്ക് ചില സിദ്ധികൾ കൈവന്നു. ആ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ സമയം പോലെ അതിൽ ചില കാര്യങ്ങൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന സാക്ഷികൾ ഉള്ളതുകൊണ്ട് 3-4 കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരുമായിട്ട് മുൻപായിട്ടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. നിങ്ങൾ ആ കാര്യങ്ങൾ കേൾക്കുവാൻ ഉള്ള ക്ഷമയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാക്ഷ്യം നിങ്ങൾ ഇതിന്റെ അവസാനം വരെ കാണണം. കാരണം എങ്കിൽ മാത്രമേ ഒരു പൂർണ്ണത അത് ലഭിക്കുള്ളൂ. കാരണം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ തെറ്റിദ്ധാരണ ഉളവാക്കുന്നതായിട്ട് തോന്നും. ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ഇതിന്റെ അവസാന ഭാഗം കേട്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദയവ് ചെയ്ത് ഈ സാക്ഷ്യത്തിന്റെ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ എനിക്ക് ലഭിച്ച സിദ്ധികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സമയം, കാലം, ദൂരം ഇതിനെ അതിജീവിക്കുവാനുള്ള ഒരു സിദ്ധി കിട്ടി. 2, എന്റെ ശരീരം വിട്ട് യാത്ര ചെയ്യുവാനായിട്ട്. എന്റെ ശരീരം കുമ്പനാട് ക്ലിനിക്കിൽ അനങ്ങാതെ ഇരിക്കും. ഞാൻ ദേശാന്തരമായിട്ട് യാത്ര ചെയ്യും. ഈ 2 പ്രധാന സിദ്ധികൾ കൂടാതെ ഒരു വ്യക്തിയെ നിമിഷ നേരം കൊണ്ട് ഉറക്കുവാൻ, കൈ ഒന്ന് ചൂണ്ടിയാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി തെറിച്ച് പോയി താഴെ വീഴും. അതുപോലെ ഈ ദുരാത്മ ബാധിതർ എന്ന് പറയുന്നവരെയൊക്കെ വിടുവിക്കുവാൻ, മന്ത്രവാദ കെട്ടുകൾ അഴിക്കുവാൻ, ഇങ്ങനെയൊക്കെയുള്ള സിദ്ധികൾ അന്ന് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഡോക്ടർ എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ജീവിക്കുന്ന ദൈവം എന്ന ഒരു തലത്തിലേക്ക്, സമൂഹത്തിലെ ഒരു പ്രത്യേക ഉന്നതമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുവാനിടയായി. എല്ലാവർക്കും സമ്മതനായ പോലീസ് അധികാരികൾക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഡിസ്ട്രിക്ട് തലത്തിലുള്ള അധികാരികൾക്ക്, സഭയ്ക്ക്, മെത്രാന്മാർക്ക്, പുരോഹിതന്മാർക്ക്, വിശ്വാസികൾക്ക്, ഇതര മതസ്ഥർക്ക്, ഹൈന്ദവ ഇസ്ലാമിക മതത്തിലുള്ളവർക്ക് ഒക്കെ, അപ്പോൾ തന്നെ നിരീശ്വരവാദികൾ, അനേക നിരീശ്വരവാദികൾ എന്റെ അടുത്ത് വന്നിട്ട് ഈശ്വരവാദികളായിട്ടുണ്ട്. അനേക യുക്തിവാദികൾ എന്റെ അടുത്ത് വന്നിട്ട് യുക്തിവാദത്തിൽ നിന്ന് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അനേക സംഭവങ്ങൾ നടന്നതില് തിരഞ്ഞെടുത്ത 2-3 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരായി പങ്കുവച്ചിട്ട് ഞാൻ ഈ സാക്ഷ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കണമേ. നിങ്ങളെല്ലാം എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ശരീരം വിട്ട് യാത്ര ചെയ്യുന്ന ഒരു സംഭവം. ഏകദേശം 2003 ഞാൻ അപ്പോൾ തന്നെ അമേരിക്കയിലുള്ള ഒരു ഓൺലൈൻ കമ്പനി ഉണ്ടായിരുന്നു, കൗൺസിലിംഗ് കൊടുക്കുന്നതായ, സ്പിരിച്വൽ കൗൺസിലിംഗ് കൊടുക്കുന്നതായ കമ്പനി. ഓൺലൈനായിട്ട് അവർക്കൊരു മെസ്സഞ്ചർ ഉണ്ട്. ഞാൻ അതിലും ജോലിക്ക് ചേർന്നു. അത് രാത്രിയിലാണ് അതിന്റെ കാര്യങ്ങൾ. ലോകമെമ്പാടും നിന്നുള്ള അനേകർ നമ്മളെ ബന്ധപ്പെടും. അപ്പോൾ അവർക്ക് കൺവിൻസ് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അവർ നമ്മെ ഹയർ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു റേറ്റ് പറയുകയാണ്. എന്റെ അപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്, ഇത് 2002, 2001, 2002, 2003 കാര്യമാണ് പറയുന്നത്. അന്നത്തെ എന്റെ റേറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിന് $5 എന്നെ ഒരാൾ ഹയർ ചെയ്യുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 1 മിനിറ്റിന് $5. പ്രിയമുള്ളവർ, ചെറിയൊന്ന് കണക്ക് കൂട്ടി നോക്കുക, എത്രമാത്രം വലിയ സമ്പത്താണ് അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എന്ന്. അപ്പോൾ എനിക്ക് ഈ ശരീരം വിട്ട് പോകുവാനുള്ള സിദ്ധി ഉള്ളതുകൊണ്ട് എന്നെ ഒരു വ്യക്തി വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലും. അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം ഉൾപ്പെടെ വ്യക്തമായി പറയുമ്പോൾ എന്നെ അവർ ഹയർ ചെയ്യുകയാണ്. എന്നെ ഒരു സഹോദരി അന്ന് ബന്ധപ്പെട്ടു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. കെൻറ്റുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർ എന്നെ ബന്ധപ്പെട്ടപ്പോഴേ ആദ്യം പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കുക, ഐ ആം എൻ ഏത്തിസ്റ്റ്, ഞാനൊരു നിരീശ്വരവാദിയാണ്. ഐ എം എ റാഷണലിസ്റ്റ്, ഞാനൊരു യുക്തിവാദിയാണ്. അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല, നിങ്ങൾക്ക് പൂർണ്ണമായി കൺവിൻസ് ആയെങ്കിൽ മാത്രം എന്നെ ഹയർ ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു.
അവരെ വ്യക്തമായിട്ട് അവരിയ്ക്കുന്ന മുറി ഉൾപ്പെടെ വിവരിച്ച് കേൾപ്പിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ ഹയർ ചെയ്യുകയാണ്. ഹയർ ചെയ്തിട്ട് അവർ പറയുന്നത്, ഞാനൊരു വലിയ പ്രശ്നത്തിലാണ്. എൻ്റെ ഭർത്താവ് 2 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പോയിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചു എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു എങ്കിൽ എന്നെ വല്ലാതെ അത് ഭാരപ്പെടുത്തുന്നു. എന്തെങ്കിലും എന്നോട് പറയുവാൻ, ഭർത്താവിന് എന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടായിരുന്നോ, എന്തെങ്കിലും ലാസ്റ്റ് വിഷ് ഉണ്ടായിരുന്നോ ഒക്കെ ഒന്ന് അറിയണം. അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്തതാണ്. എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടായി, ആ സഹോദരിയെ സഹായിക്കണം, അതും സൗജന്യമായിട്ട് സഹായിക്കണമെന്ന്. പക്ഷെ അന്ന് ആ മെസ്സഞ്ചറിൽ നേരിട്ട് കോണ്ടാക്ട് നമ്പർ കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കോഡ് ഭാഷയിലൂടെ എൻ്റെ യാഹൂ മെസ്സഞ്ചർ, അന്ന് യാഹൂ മെസ്സഞ്ചറേ ഉള്ളൂ, നമ്മൾ ഈ കാണുന്ന സമൂഹ മാധ്യമ കാര്യങ്ങളൊന്നും അന്നില്ല, വാട്സപ്പോ ഫേസ്ബുക്കോ ഒന്നും അന്നില്ല. യാഹൂ മെസ്സഞ്ചറിന്റെ കോഡ് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർക്കത് മനസ്സിലായി. അവർ ഒരു കോളേജിന്റെ ഡയറക്ടർ ആയിരുന്നു. അവരുടെ ഭർത്താവ് ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു വലിയ ഏജൻസിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. അവരെന്നെ മെസ്സഞ്ചറിൽ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം. അവര് ആ ഫോട്ടോ അയച്ചു തരുന്നു. ഒരു ദിവസം ഈ കുമ്പനാട് ക്ലിനിക്കിൽ ഞാൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരം വിട്ട് യാത്ര ചെയ്ത് ഈ വ്യക്തി ഇപ്പോൾ എവിടെയാണ് എന്ന് അറിയണമെന്നൊരു ആഗ്രഹത്തോടുകൂടി എന്റെ ശരീരം വിട്ട് യാത്ര ചെയ്യുകയാണ്. വളരെ ദൂരം യാത്ര ചെയ്തു. ഞാൻ ഒരിക്കലും കാണാത്ത സ്ഥലങ്ങൾ, മണലാരണ്യം, മുഴുവൻ ഡെസേർട്ടാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലത്. ആ ഡെസേർട്ടിലൂടെ കുറെ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ കാണുന്നത് ഈന്തപ്പനകളാണ്. ഞാൻ അങ്ങനെ ഒരു ഭാഗം ഒരിക്കലും കണ്ടിട്ടില്ല. ഈന്തപ്പനകൾ കടന്നു ചെല്ലുമ്പോൾ നല്ല വലിയ സിറ്റിയാണ്. ആകാശം മുട്ടിയുള്ള കെട്ടിടങ്ങൾ, 15-16 നിലകളുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ. ഞാൻ അന്ന് അത്ര കണ്ടിട്ടില്ല. അങ്ങനെ പോകുമ്പോൾ വലിയ വിശാലമായ റോഡ്, ആ റോഡിന്റെ ഓരത്തുകൂടി ഒരു വ്യക്തി നടന്നു പോകുന്നു. ഞാൻ ആ വ്യക്തിയോട് ചേർന്ന് നടക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കയ്യിലുള്ള ഫോട്ടോ ആരുടെയാണോ ആ വ്യക്തിയാണ് ഇതെന്ന്. ഞാൻ ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം ആരെയും കൂസുന്നില്ല, അദ്ദേഹത്തിന് ഓർമ്മയില്ല, സ്വന്തം പേര് പോലും അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം എവിടെയാണെന്നും അറിയില്ല. ഈ വ്യക്തി റോഡിലൂടെ നടന്നു പോവുകയാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ചേർന്ന് നടന്ന് അദ്ദേഹവുമായിട്ട് കാര്യങ്ങൾ ചോദിക്കുവാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, താമസിക്കുന്നത് ഒരു ഹോട്ടലിലാണ്, ആ മുറി അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ആ മുറി അറിയാം, ഈ സ്ഥലം അറിയാം, എന്നും നടക്കുവാൻ പോകുന്നതാണ്, തിരികെ ആ മുറിയിൽ വരുന്നു. ഞാൻ അദ്ദേഹത്തെ മടക്കി ആ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി ഞാൻ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ ചിന്ത വെച്ച് അദ്ദേഹത്തിന്റെ ബുദ്ധിയെ പ്രോഗ്രാം ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ന്യൂയോർക്കിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് കെൻഡുക്കിയിൽ വരെയുള്ള ടിക്കറ്റ് എടുക്കുന്നു. കെൻഡുക്കിയിൽ നിന്ന് ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് പോകുവാനുള്ള ടാക്സി കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ അദ്ദേഹത്തിന് പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ മടങ്ങി എന്റെ ശരീരത്തിൽ വരുന്നു. എനിക്ക് പോലും വിശ്വസിക്കുവാൻ ഇപ്പോഴും പ്രയാസമാണ്. 2-ാം ദിവസം ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ആൻസൺ, ഹി ഈസ് അറ്റ് ഹോം. ഞാൻ ഹി എന്നുള്ളത് ആ വ്യക്തിയുടെ പേരാ പറഞ്ഞത്. ഹി ഈസ് അറ്റ് ഹോം, ബട്ട് ഹി ഡസന്റ് നോ എനിത്തിങ്. He doesn't remember his own name. He doesn't remember me. He knows nothing. He is a big zero. ഇതാണ് ആ സഹോദരി പറഞ്ഞത്. അങ്ങനെ അന്ന് അവരുടെ ബോയ് ഫ്രണ്ട് ആണ്. ഏകദേശം 60 വയസ്സിന് പ്രായമുണ്ട്. അവർക്ക് മക്കളും ഉണ്ട്. അപ്പോൾ ആ സഹോദരനെ ചികിത്സിക്കുവാനായിട്ട് ഞാൻ തയ്യാറായി. ഇവരോട് ലക്ഷണങ്ങൾ ചോദിച്ചിട്ട് ഇവർക്ക് ഞാൻ മരുന്ന് പറഞ്ഞു കൊടുത്തു. അവർ ഓൺലൈനായിട്ട് ആ മരുന്ന് വാങ്ങി. ഏകദേശം 6 മാസം കൊണ്ട് ഈ വ്യക്തിയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടി. തന്റെ പേര്, തന്റെ പ്രിയപ്പെട്ടവര്, പഴയ കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഇന്നും ആ വ്യക്തി ആരോഗ്യത്തോടെ കെൻഡുക്കിയിൽ ജീവിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ഈ സഹോദരി ഇന്ന് രക്ഷിക്കപ്പെട്ടവളായിട്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് ജീവിക്കുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. ഇനി അടുത്ത ഒരു കാര്യം പ്രവചനമാണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കേൾക്കുന്ന പ്രവചനം പോലെയല്ല. കൃത്യമായിട്ട് പ്രവചിക്കുമായിരുന്നു. കൃത്യം തീയതി പറയും, ദിവസം പറയും, മണിക്കൂർ പറയും, മിനിറ്റ് പറഞ്ഞിട്ട് പറയും ഇന്നത് സംഭവിക്കുമെന്ന്. അത് അതുപോലെ സംഭവിക്കുമായിരുന്നു. ഞാൻ ഒരു സംഭവം പറയാം. 2003 എൻ്റെ ഓർമ്മ. ഒരു ജൂലൈ മാസം, ജൂലൈ 21 22 എന്റെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറയുന്നു, ഡോക്ടറെ, വൈഫ് ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലാണ്, പന്തളത്ത് ഒരു ഹോസ്പിറ്റലിലാണ്. ഇവർ പന്തളം സ്വദേശികളാണ്. പക്ഷെ ഡോക്ടർ പറയുന്നു ഒരു രക്ഷയുമില്ല, കുഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്, സർജറി ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ മാർഗമില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം വളരെ വിഷമത്തോടെ എന്നെ വിളിച്ചു. ഞാൻ വേഗം പ്രവചനത്തിൽ പറയുകയാണ്, ജൂലൈ 25 ഉച്ചയ്ക്ക് 11:25 സുഖപ്രസവം, പെൺകുഞ്ഞ്, പേര് കൃഷ്ണപ്രിയ. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ വ്യക്തിയെ സമാധാനിപ്പിച്ചു. കേൾക്കണോ പ്രിയമുള്ളവരെ? ജൂലൈ 25-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 11:30 ആയപ്പോൾ ഈ സഹോദരൻ കരഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ സന്തോഷത്തോടെ
വിളിച്ചു പറയുകയാണ്, ഡോക്ടറെ കൃത്യസമയത്ത് പ്രസവിച്ചു, പെൺകുഞ്ഞ്, ഞങ്ങൾ പേരിട്ടു കൃഷ്ണപ്രിയ. ആ കൃഷ്ണപ്രിയ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഹീലിംഗിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്, ഒരു അത്ഭുത സംഭവമാണ്. വണ്ടൻമേട്ടിൽ ഉള്ള ഒരു CSI പുരോഹിതൻ, അദ്ദേഹം ഇടയ്ക്ക് എന്നെ കാണാൻ വരുമായിരുന്നു, എൻ്റെ അടുത്ത് പഠിക്കുവാനും. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമായിരുന്നു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുമായിരുന്നു. അദ്ദേഹം ഇത് പഠിക്കുവാനായിട്ട് വരുമായിരുന്നു. അദ്ദേഹം ഒരു രോഗശാന്തി ശുശ്രൂഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു രോഗശാന്തി ശുശ്രൂഷ ചെയ്തപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ക്ലാസ്സിലിരുന്ന അദ്ദേഹത്തിന്റെ മകള് പെട്ടെന്ന് മയങ്ങി വീണു, കോമയിലായിപ്പോയി. എന്തെല്ലാം നോക്കിയിട്ടും അവർ 21 ദിവസം ഉപവാസം വെച്ചു. ധാരാളം രോഗശാന്തി വിദഗ്ധരെ കൊണ്ടുവന്നു, ഡോക്ടർമാരെ പലരെ കാണിച്ചു. പക്ഷെ ഈ കുഞ്ഞ് മരിച്ചതുപോലെ കിടക്കുകയാണ്, ഒരു അനക്കവുമില്ല. ലിക്വിഡ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്, വെള്ളം കുടിക്കും. അങ്ങനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേ ഈ പുരോഹിതന് ഓർമ്മ വരുന്നത്, കുമ്പനാട്ടൊരാളുണ്ടല്ലോ, അങ്ങനെ എന്നെ വിളിക്കുകയാണ്. ഒരു ദിവസം രാവിലെ വിളിക്കുകയാണ്. ഞാൻ ഇത് കേട്ടപ്പോഴേ പറഞ്ഞു, അച്ഛാ പ്രയാസമാണ്, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞത് അച്ഛൻ കേട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാറിൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ വിടുകയാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞ് വളരെ കുറച്ച് വൈകിയാണ് കുമ്പനാട്ട് എത്തുന്നു. ആ കുഞ്ഞിനെ അച്ഛൻ 2 കൈയിലും എടുത്തുകൊണ്ട് 1ാം നിലയിലേക്ക് വന്ന് നേരെ എൻ്റെ മുറിയിൽ വന്ന് എൻ്റെ ട്രീറ്റ്മെന്റ് ടേബിളിലേക്ക് കിടത്തുകയാണ്. ഞാൻ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ കൈവയ്ക്കുകയാണെന്ന് പറഞ്ഞ്. ഞാൻ സാധാരണ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല ഈ ചികിത്സ ചെയ്യുമ്പോൾ, കാരണം നമുക്ക് തന്നെ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മേലോട്ട് കൈവെക്കുകയും കുഞ്ഞ് ചാടി എഴുന്നേറ്റു, ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്പരന്നുകൊണ്ട്. അച്ഛൻ ആ സന്തോഷത്തിലേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി, പെട്ടെന്ന് തിരികെ പോയി. പിന്നെ എന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ വിളിച്ചത്. അപ്പോൾ അത് ഒരു സംഭവം, അത്ഭുത രോഗശാന്തിയുടെ സംഭവം. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് എന്നെ ആ വക പ്രവൃത്തിയിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുവാൻ കാരണമായ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടർന്നുള്ള സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പന്തളത്ത് തന്നെ ഒരു ഭവനം, എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരന്റെ ഭവനം, അദ്ദേഹം വലിയൊരു ഭവനം പണിതു. അവർക്ക് വലിയ നിർബന്ധം ഞാൻ തന്നെ ചെന്ന് അതിന്റെ പ്രതിഷ്ഠ ചെയ്യണം. അങ്ങനെ എന്നെ അവര് ആ പ്രതിഷ്ഠാ ദിവസി അവിടേക്ക് കൊണ്ടുപോയി ആ ഭവനത്തിലേക്ക് അകത്ത് പ്രവേശിച്ചപ്പോൾ ഇടതുവശത്തായിട്ട് വലിയൊരു പൂജാമുറി ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഈ പൂജാമുറി പ്രതിഷ്ഠിക്കണമെന്ന്. ഞാൻ ആ പൂജാമുറിയിൽ കടന്നപ്പോൾ ധാരാളം ദൈവങ്ങളുടെ രൂപങ്ങളും ചിത്രങ്ങളും എല്ലാം പൂമാലയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് കർപ്പൂരമൊക്കെ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ആകെ ഒന്ന് നോക്കി, എന്നിട്ട് ഏറ്റവും മുകളിലേക്ക് നോക്കി. ഏറ്റവും മുകളിൽ നോക്കിയപ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരു ചിത്രം ഫ്രെയിം ചെയ്ത് നല്ല പൂമാലകളിട്ട് തിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ എൻ്റെ ചിത്രമാണ്, എൻ്റെ പടമാണ്. എന്നെ അവർ ദൈവമായിട്ട് ആരാധിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. എന്നെ അത് വല്ലാതെ കുലുക്കി. ആ നിമിഷം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ ഫോട്ടോ ഇപ്പോൾ തന്നെ മാറ്റണമെന്ന്. അവർ തയ്യാറായില്ല. അതിനെ വല്ലാതെ കുലുക്കി കളഞ്ഞു. അപ്പോൾ എൻ്റെ ചിന്ത ഇപ്രകാരമായിരുന്നു, നിന്റെ വഴി തെറ്റിയിരിക്കുന്നു എന്ന്. അപ്പോൾ ആ വീടിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞ് മടങ്ങി വരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഇടവക പള്ളിയില് കൈക്കാരനും സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രാർത്ഥനയോഗം പ്രസിഡന്റ്, തിരുവല്ല അതിരൂപതയില് അൽമായ സംഘടനയുടെ ഒരു ഭാരവാഹി, ഇങ്ങനെ വിവിധ നിലകളില്, അപ്പോൾ തന്നെ ഡിസ്ട്രിക്ട് തലത്തില് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം, പിന്നെ അമൃതാനന്ദമയി, സായിബാബ, ഓഷോ എന്നിവരുടെ സന്യാസികളുമായിട്ടൊക്കെയുള്ള വളരെ അടുത്ത ബന്ധം, വലിയ രാഷ്ട്രീയ ബന്ധങ്ങള്, പോലീസ് അധികാരികളുമായിട്ടുള്ള ബന്ധങ്ങള്, ഇങ്ങനെ വളരെ ഉന്നതമായ ഒരു നിലവാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ധാരാളം രോഗികൾ രാവിലെ ക്ലിനിക്കിൽ വരുമ്പോൾ ക്യൂ നിൽക്കുന്നു, കാലേൽ സാഷ്ടാംഗം പ്രണമിക്കുവാനായിട്ട് ആൾക്കാർ. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ വളരെ ആഴത്തിൽ അത് ചിന്തിക്കുവാൻ ആരംഭിച്ചു. ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ കുമ്പനാട്ടുള്ള ആ ക്ലിനിക്ക് പതിയെ എൻ്റെ ഭവനത്തിലേക്ക് മാറ്റുവാൻ തുടങ്ങി. വീട്ടിൽ തന്നെ ഒരു ക്ലിനിക്ക് നല്ല രീതിയിൽ പണിത് ഉറപ്പിച്ച് അവിടേക്ക് മാറ്റി. എന്നിട്ട് പതിയെ ഈ വക കാര്യങ്ങളിൽ നിന്ന് പതിയെ പിൻവലിയുവാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2007 ഫെബ്രുവരി മാസം 18-ാം തീയതി എനിക്ക് 40 വയസ്സ് തികയുകയാണ്. 39 തികഞ്ഞ് 40ലേക്ക് കയറുകയാണ്. ഫെബ്രുവരി 19 എൻ്റെ ജന്മദിനം. ആ ഞായറാഴ്ച അന്ന് ഇടവകയിലെ എല്ലാ പ്രയർ സെല്ലുകളുടെയും ഒരു സംയുക്തമായ പ്രാർത്ഥനാ യോഗം പള്ളിയിൽ നടക്കുകയാണ്. മാരാമണ്ണ്, ചെറുപുഷ്പം, മലങ്കര കത്തോലിക്ക സുറിയാനി പള്ളിയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനായോഗം പ്രസിഡന്റാണ് അധ്യക്ഷനായിട്ടിരിക്കേണ്ടത്. എല്ലാവരും കടന്നു വന്നു, പ്രാർത്ഥന ആരംഭിച്ചു. പ്രസംഗത്തിനായിട്ട്, അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് എഴുന്നേറ്റു. അന്നത്തെ രീതി എന്ന് പറയുന്നത് ഇന്നും അങ്ങനെയാണ്. ചില സ്ഥലങ്ങളിൽ വളരെ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷം കൊണ്ട് വലിയ മാറ്റം കത്തോലിക്ക സഭയിൽ വന്നുവെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ, എങ്കിലും
മിക്കയിടത്തും ഞാൻ ഈ പറയുന്നത് പോലെയാണ്. വേദപുസ്തകം തുറക്കുന്നു, ഒരു വാക്യത്തിൽ കൈവയ്ക്കുന്നു, ആ വാക്യം പ്രസംഗകൻ തന്നെ വായിക്കുന്നു, പിന്നെ അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ, കുറെ തമാശ, കുറെ വിശുദ്ധന്മാരുടെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അപ്പോൾ ഞാനും അതുപോലെ, അന്നത്തെ അറിയാമല്ലോ POC ബൈബിളാ, വലിയ ബൈബിള്, ഞാനും അതുപോലെ വേദപുസ്തകം തുറന്നു, കൈവച്ചു. തുറന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, കൈവച്ചത് മുകളിൽ ആകാശത്തിലാകട്ടെ, താഴെ ഭൂമിയിലാകട്ടെ, കീഴെ വെള്ളത്തിലാകട്ടെ, ഒന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്, അവയെ നമസ്കരിക്കുകയും അരുത്. ഞാനിത് വായിക്കുകയും ഞെട്ടിപ്പോയി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു സംഗതി ഉള്ളതാണ് അറിയുന്നത്. കത്തോലിക്ക സഭയിലെ 10 കൽപ്പനകളിൽ ആ ഒരു സംഗതിയിൽ അത് മുറിച്ച് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിലും സൺഡേ സ്കൂളിലും പഠിച്ചിട്ടില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടോ? അപ്പോൾ എന്റെ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞ് പിശാച് ഇതിനെ തെറ്റിക്കാൻ നോക്കുന്നതാ, അത് വായിക്കരുത്. ഞാനത് മടക്കി വെച്ചിട്ട് കുറെ തമാശയൊക്കെ പറഞ്ഞ് കേൾവിക്കാരൊക്കെ ഇന്ന് കയ്യിലെടുത്തിട്ട് വീണ്ടും തുറന്നു. കാരണം വേദപുസ്തകം വായിക്കണമല്ലോ, പള്ളിയല്ലേ. വീണ്ടും തുറന്നു. ഞാൻ കൈവച്ചത് ആവർത്തന പുസ്തകം 5-ാം അധ്യായം, അതേ വാക്യം. എനിക്ക് അത്ഭുതം തോന്നി. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു പ്രേരണ ഉണ്ടാവുകയാണ്, ഇത് ഉറക്കെ വായിച്ചിട്ട് പ്രസംഗിക്കണം. ഞാൻ അന്ന് രാവിലെയും ഈ രൂപങ്ങൾക്ക് ധൂപം വെച്ചതേ ഉള്ളൂ. അപ്പോൾ എനിക്കത് പ്രസംഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, ബിംബങ്ങളും രൂപങ്ങളും ഒക്കെ ആവശ്യമാണെന്ന് കാര്യകാരണ സഹിതം വേദവാക്യങ്ങൾ കോട്ട് ചെയ്ത് പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അപ്പോൾ ഞാനിത് വായിച്ചിട്ട് ഉറക്കെ പ്രസംഗിക്കുകയാണ്. ഈ കാണുന്നതായ രൂപങ്ങളും ചിത്രങ്ങളും എല്ലാം ദൈവ പദ്ധതിക്ക് എതിരാണ്, ദൈവത്തിന്റെ പദ്ധതിക്ക് ഇവയെല്ലാം എതിരാണ്. ഇത് പറയുകയും പ്രായമുള്ള 2-3 അപ്പച്ചന്മാർ എഴുന്നേറ്റിട്ട് നിന്നിൽ പിശാച് കടന്നിരിക്കുന്നു, ഇരിയട എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തിയിട്ട് അവർ ആശീർവാദം പറഞ്ഞ് ആ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി, ഞാൻ മാത്രം പള്ളിയിൽ നിന്നു. എന്റെ ഉള്ളിലെ ചിന്ത, പരിശുദ്ധാത്മാവിനാൽ രചിതമായിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത്, അതിലൊരു വാക്യം ഞാൻ വായിച്ചപ്പോൾ എന്നിൽ പിശാച് കടന്നിരിക്കുന്നു എന്ന് ഇവർ എന്തുകൊണ്ടായി പറയുന്നത്? അപ്പോൾ അതിന്റെ അർത്ഥം ഈ വേദപുസ്തകത്തിൽ ഞാൻ അറിയാത്ത എന്തൊക്കെ ഉണ്ടല്ലോ. ആ നിമിഷം വിശുദ്ധ വേദപുസ്തകം ആദിയോടന്തം വായിച്ച് പഠിക്കുവാൻ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു സഭയുടെ കാഴ്ചപ്പാടിലല്ല, എനിക്ക് സ്വന്തമായിട്ട് അത് പഠിക്കണം, എന്റെ സ്വന്തം കാഴ്ചപ്പാടിൽ പഠിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥനയോടെ, ആരും അറിയാതെ, എന്റെ ക്ലിനിക്കിൽ, വീടിനോട് ചേർന്ന് പണിയിച്ചിരിക്കുന്ന ക്ലിനിക്കിൽ എന്റെ കുടുംബം പോലും അറിയാതെ ഞാൻ വേദപുസ്തകം പഠിക്കുവാൻ തുടങ്ങി. നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. 2007 ഫെബ്രുവരി മാസം 18-ാം തീയതി വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു തീവ്ര വിശ്വാസിയായി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതിൽ മിക്ക കാര്യങ്ങളും വിശുദ്ധ വചനത്തിന് എതിരാണ്, വേദപുസ്തകത്തിന് എതിരാണ്, ദൈവത്തിന്റെ വചനങ്ങൾക്ക് എതിരാണ്, ദൈവത്തിന് എതിരാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് ഒരു ദിവസം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അത് ആ 2007 ഏപ്രിൽ മാസത്തിലെ ദുഃഖവെള്ളിയാഴ്ചയാണ്. ദുഃഖവെള്ളിയാഴ്ച അന്ത്യോക്യൻ ക്രമം അനുസരിച്ച് യേശുവിനെ കുരിശിച്ച് യേശുവിനെ ഖബറടക്കി, അങ്ങനെ ആ ഖബറിന് കാവൽ വെച്ച് നിർത്തി പള്ളി പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ മിക്കവാറും എല്ലാവരും പോയി കഴിയുമ്പോഴും ഞാനായിരിക്കും പള്ളിയിലുള്ളത്, മദ്ബഹായിലുള്ളത് ഞാനായിരിക്കും, ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ അവിടെ ആ ത്രോണോസിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, കർത്താവെ, എനിക്ക് മനസ്സിലായി ഞാൻ അകപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ കുഴിയിലാണ്, എനിക്ക് സ്വയമേ ഇതിൽ നിന്ന് കയറുവാൻ കഴിയില്ല. കർത്താവെ, എന്നെ ഈ വലിയ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റണമേ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിൽ ഭയങ്കര സമാധാനം വന്നു. ഞാൻ എന്റെ ജോലിക്കായിട്ട് പോയി, എന്റെ വഴിക്ക് പോയി, വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഈ പ്രാർത്ഥന മറന്നു. എന്റെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇടപെട്ടു. രോഗികൾ വരുന്നു, അവരെ നോക്കുന്നു, ചികിത്സിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. പക്ഷേ ഡിസംബർ മാസത്തിലെ 2007 ഡിസംബർ ആദ്യ ആഴ്ച എനിക്ക് ഒരു ഇമെയിൽ വരികയാണ് അബുദാബിയിൽ നിന്ന്. നാഷണൽ പെട്രോളിയം കൺസ്ട്രക്ഷൻ കമ്പനി അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ആ ഇമെയിലില് ഇത്രയുമാണ്: ഡിയർ ആൻസൺ എബ്രഹാം വർഗീസ്, യു ഹാവ് ബീൻ സെലക്ടഡ് ടു വർക്ക് ആസ് ആൻ എഞ്ചിനീയറിംഗ് ട്രെയിനർ വിത്ത് അവർ കമ്പനി, ഇന്റിമേറ്റ് യുവർ വില്ലിംഗ്നെസ്. എന്നിട്ട് ഒരു അറബിയുടെ പേര് ഒപ്പ്. അപ്പോൾ അന്ന് ഈ വ്യാജ സന്ദേശങ്ങൾ വരുന്ന സമയമാണ്. ഇമെയിലുകൾ ധാരാളം പേർക്ക് വ്യാജ ഇമെയിലുകളിലൂടെ അനേകർക്ക് പണം നഷ്ടപ്പെട്ട സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അതായിരിക്കുന്നു. പക്ഷേ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കമ്പനി ഉള്ളതാണ് അബുദാബിയിൽ. ഞാൻ അവർ തന്നിരുന്ന നമ്പറിൽ തിരികെ വിളിച്ചപ്പോൾ ഈ മാനേജർ തന്നെയാണ് എടുത്തത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചു, നിങ്ങളുടെ പഴയ ഒരു പാസ്പോർട്ട് കോപ്പി ഞങ്ങൾക്ക് ലഭിച്ചു, അതിലൂടെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വേഗം ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ 15 ദിവസത്തെ സമയം ചോദിച്ചു. അങ്ങനെ ആ 15 ദിവസം കൊണ്ട് എന്റെ ക്ലിനിക്ക് പൂട്ടി. എന്റെ കൂടെയുള്ള ഡോക്ടറെ, പേഷ്യൻസിനെ ഒക്കെ കൈമാറി. പള്ളികളിലെ ഭാരവാഹിത്വവും കയ്യിലുണ്ടായിരുന്ന പണവും എല്ലാം
പള്ളി ഭാരവാഹികളെ ഏൽപ്പിച്ചു. ആരോടും ഒന്നും പറയാതെ ഞാൻ 2007 ഡിസംബർ 24 വൈകുന്നേരം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുകയാണ്. അങ്ങനെ 25 അബുദാബി ലാൻഡ് ചെയ്തു. അന്നേ ദിവസം തന്നെ രാവിലെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് മനസ്സിലാകുന്നത് എന്റെ നേവിയിൽ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് എന്നെ ഇവര് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ ആദ്യം അന്വേഷിച്ചത് എവിടെയാണ് കത്തോലിക്ക പള്ളി എന്ന്. ഞാൻ അബുദാബി കത്തോലിക്ക പള്ളി സെന്റ് ജോസഫ് ചർച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുവാനും കുമ്പസാരിച്ച് കുർബാന കൊള്ളുവാനും അങ്ങനെ ഒരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായിട്ട് ജീവിക്കുവാനും അപ്പോൾ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ പഠനവും മുൻപോട്ട് കൊണ്ടുപോയി. ഞാൻ അന്ന് പോകുമ്പോൾ ഈ POC ബൈബിള്, അതോടൊപ്പം തന്നെ മാരാമൺ കൺവെൻഷനിൽ വെച്ച് ഒരു പുരോഹിതൻ എന്നെ നിർബന്ധിച്ച് വാങ്ങിപ്പിച്ച ഒരു സത്യവേദ പുസ്തകം, അതൊരിക്കലും ഞാൻ തുറന്നിട്ടില്ല. 2006 വാങ്ങിയതാണ്. എന്റെ കുരിശ്, ഞാൻ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്ന ചില രൂപങ്ങൾ, ചില ചിത്രങ്ങൾ, നൊവേന പുസ്തകങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ, ജപമാലകൾ, ഇതെല്ലാം കൂടെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകും. എന്നിട്ട് ചെല്ലുന്ന സ്ഥലത്ത് ഒരു പൂജാമുറി പോലെ ഒരു പ്രാർത്ഥന ഒരു സംവിധാനം ഉണ്ടാക്കും. അവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇത് ഒരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയുടെ ജീവിത രീതിയാണ്. അപ്പോൾ അവിടെ ചെന്നും ഈ കാര്യങ്ങളെല്ലാം മുൻപോട്ട് പോകുമ്പോൾ 2009 ഡിസംബർ മാസം 9 അതൊരു ലോങ് വീക്കെൻഡാണ്. ഞാൻ അന്ന് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൊണ്ട് മടങ്ങി വരുന്ന വഴിക്ക് സ്പിന്നീസിൽ കയറി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മദ്യവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിഗരറ്റും ഒക്കെ വാങ്ങി, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങി എന്റെ മുറിയിൽ എത്തി. അവിടെ ഇരുന്ന് വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വളരെ ദൂരേന്ന് ഒരു നേർത്ത സ്വരം, ഒരു പുരുഷ ശബ്ദം ഞാൻ കേൾക്കുക മലയാളത്തിൽ. ആൻസൺ, നീ പാപിയാണ്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. ഞാനത് കേട്ടതാട്ടെ ശ്രദ്ധിച്ചില്ല. കാരണം ചിന്തകൾ നമുക്കുണ്ടാകാമല്ലോ, അതൊരു ചിന്തയാണല്ലോ. ഞാനത് ശ്രദ്ധിക്കാനേ പോയില്ല. ഞാൻ ഈ കുപ്പി തുറന്ന് ഒഴിക്കുവാൻ ആയിട്ട് തയ്യാറെടുക്കുകയും കുറച്ചുകൂടെ അടുത്ത് കുറച്ചുകൂടെ ഉച്ചത്തിൽ ഒരു ആജ്ഞാസ്വരത്തിൽ പറയുകയാണ്, അൻസൻ, നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക. ഞാൻ എടുത്ത പടി തിരിച്ചു പറഞ്ഞു, ഞാൻ ഇപ്പോൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് വന്നതേ ഉള്ളൂ, എന്നിൽ ഒരു പാപവുമില്ല, എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ കാണിച്ചു തരണം. ഇങ്ങനെ പറഞ്ഞ് വായിൽ നാക്കിടുകയും എന്റെ കാഴ്ച മറയുകയാണ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ കണ്ണ് തുറന്നിരുന്ന് കാണുന്നതും ഞാൻ കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതും എല്ലാം ഏകദേശം 10-12 വയസ്സ് മുതൽ അറിവ് വെച്ച നാൾ മുതൽ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ. ഈ പാപങ്ങളെല്ലാം ഞാൻ പള്ളിയിൽ അച്ഛനടുത്ത് കുമ്പസാരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം കുർബാന കൊണ്ടിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ മറന്നുപോയ പാപങ്ങൾ എനിക്ക് ഓർമ്മയില്ല. ഇതെല്ലാം കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. എന്റെ മുറിയിൽ 4 ഭിത്തിയിൽ ഇത് തന്നെയാ. എനിക്കൊന്നും സാധിക്കുന്നില്ല. അങ്ങനെ 9 രാത്രി 10 പകല് രാത്രി 11 രാത്രി പകല് രാത്രി ഇങ്ങനെ പോയി 12 മിഡ് നൈറ്റ് ആ സമയം ആയപ്പോഴേക്ക് ഞാൻ കിടക്കുകയോ ഇരിക്കുകയോ ഒക്കെ എനിക്ക് അറിയില്ല. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. എനിക്ക് ഒന്ന് വിളിക്കാനോ ആരുമില്ല. ഞാനൊരു മുറിയിൽ ഒറ്റയ്ക്കാണ്. അങ്ങനെ 12 ആ മിഡ് നൈറ്റ് ആയപ്പോഴേക്ക് ഞാൻ ആ സ്പിന്നീസിൽ കയറി മദ്യം വാങ്ങിക്കൊണ്ട് വരുന്നത് വരെയുള്ള സംഭവം വ്യക്തമായി അതുകൊണ്ട് അവസാനിക്കുക. അപ്പോൾ എന്റെ ഹൃദയത്തിൽ അതിഭയങ്കരമായ ഒരു ചിന്ത ഉണ്ടാവുകയാണ്, അൻസൻ, നിന്നെ ഇതൊക്കെയും കാണിക്കുന്നത് പിശാചല്ല. ഞാൻ വിചാരിച്ച് പിശാചാണ്. നിന്നെ ഇതൊക്കെയും കാണിക്കുന്നത് പിശാചല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവാണ് നിന്നെ ഇത് കാണിക്കുന്നത്. അപ്പോൾ എന്റെ ഉള്ളിൽ ഞാൻ വായിച്ച വാക്യം ഓർമ്മ വന്നു. അവൻ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നവനാണെന്നുള്ള ചിന്ത വന്നു. ആ നിമിഷം അൻസൻ എന്ന് പറഞ്ഞ വ്യക്തി ഉരുകി തീരുകയാണ്. ഞാൻ നേരെ ആ തറയിലോട്ട് സാഷ്ടാംഗം വീണിട്ട് എന്റെ മുമ്പിൽ കർത്താവ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് കർത്താവിന്റെ പാദത്തോട് പിടിച്ചിട്ട് ഞാൻ പറയുക, കർത്താവേ, എനിക്ക് ബോധ്യമായി അവിടുന്നാണ് എന്നോട് കഴിഞ്ഞ 3 ദിവസം സംസാരിച്ചത്. എന്നോട് ക്ഷമിക്കണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഇത്രയും പറഞ്ഞ് തീർന്ന് ഞാൻ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ അവിടുത്തെ എന്റെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു, രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഈ വാക്ക് പറയുകയും എന്റെ കൈ രണ്ടിൽ നിന്നും അതിഭയങ്കരമായ ശക്തി വിട്ടുമാറുകയാണ്. എന്റെ നെറ്റിയിൽ നിന്ന് ഭയങ്കരമായ ശക്തി വിട്ടുമാറുകയാണ്. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്ന് ശക്തികൾ വിട്ടോടുകയാണ്. എനിക്ക് ഒട്ടും ഭാരമില്ലാത്ത, ഞാനൊരു പഞ്ഞിക്കെട്ട് പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ ആയ ഒരവസ്ഥ. എന്റെ ഭാരമെല്ലാം പോയി. സ്തോത്രം. എന്തൊന്നില്ലാത്ത ഒരു സമാധാനം. അപ്പോൾ തന്നെ ഒരു വലിയ ശൂന്യത. ഞാനൊരു വലിയ വട്ടപൂജ്യമായി, ഞാനൊരു ബിഗ് സീറോ ആയി എന്ന ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ പെട്ടെന്ന് എൻ്റെ പ്രവൃത്തികൾ തിടുക്കത്തിലാക്കി ഞാനൊരു ബെഡ്ഷീറ്റ് എടുക്കുകയാണ്.
അതിനകത്തേക്ക് ഈ കുപ്പിയും സിഗരറ്റും എന്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളും ഈ കുരിശും മാലയും ജപമാലയും പ്രാർത്ഥന പുസ്തകങ്ങളും ആ POC ബൈബിളും സത്യവേദ പുസ്തകവും ഒഴികെ മതപരമായ ആത്മീയമായ എന്തെല്ലാം എന്റെ കൈവശം ഉണ്ടായിരുന്നോ അതെല്ലാം വാരി ഇതിനകത്ത് കെട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ട് അവിടെ തഡ്വീർ എന്ന് പറയും, ഈ വേസ്റ്റ് ബിന്നുകളുണ്ട്, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സർക്കാരുണ്ട്, അതിലേക്ക് തള്ളിയിട്ട് തിരികെ സമാധാനത്തോടെ വിടുവിക്കപ്പെട്ടവനായിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് എന്റെ മുറിയിലേക്ക് വരുമ്പോൾ ആ നിമിഷം വരെ സ്നാനം എന്ന വിഷയം എനിക്ക് ബോധ്യമായിട്ടില്ല. കാരണം ഞാൻ സ്നാനപ്പെട്ടവനാണ്, ഞാൻ മാമോദിസ സ്വീകരിച്ചവനാണ്. പക്ഷെ എന്റെ ഉള്ളിലേക്ക് വരികയാണ് എനിക്ക് സ്നാനപ്പെടണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കാരണം എനിക്ക് ആരുമായിട്ട് ബന്ധമില്ല. പക്ഷെ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ എങ്ങനെ സ്നാനപ്പെടും? ഞാൻ വേഗം ബാത്റൂമിൽ കയറിയിട്ട്, ഇത് കേൾക്കുന്നവർക്ക് ചിരിക്കുവാൻ തോന്നിയേക്കാം, ബാത്റൂമിൽ കയറി ബാത്ത് നിറയെ വെള്ളം നിറച്ചിട്ട് ഞാൻ ആ ബാത്ത് കയറി ഇരിക്കുക. എന്നിട്ട് കർത്താവ് പറയാ, കർത്താവ് എന്നെ ഇപ്പോ സ്നാനപ്പെടുത്തണം, എനിക്ക് ഇപ്പോ സ്നാനപ്പെടണം. കുറെ നേരം അങ്ങനെ ഇരുന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറക്കത്തില് 12-ാം തീയതി രാവിലെ ഒരു സ്വപ്നം കണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. സ്വപ്നം കണ്ട് ആ സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. അനാവശ്യമായിട്ട് അദ്ദേഹത്തിന് എന്തോ കാര്യം സാധിക്കാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആ പ്രശ്നത്തിൽ കുടുക്കിയിരിക്കുന്നത് തന്നെയാണ്. ഞാൻ മനസ്സാവാച കർമ്മം അറിയാത്തൊരു കാര്യം. അങ്ങനെ വലിയ വാഗ്വാദം ഉണ്ടാകുന്നു. അപ്പോൾ ആ സ്വപ്നത്തിൽ ഞാൻ കാണുകയാണ് ഞാൻ എന്തൊക്കെ സംസാരിക്കണമെന്ന്, എന്നിട്ട് അവസാനം റിസൈൻ ചെയ്യണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ ഓഫീസിൽ പോകുന്നു. അവിടെ ചെന്ന് ആദ്യം ചെയ്തത് ഞാനൊരു റെസിഗ്നേഷൻ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്യുകയാണ്. അതെന്റെ കയ്യിൽ വെച്ചു. കൃത്യസമയമായപ്പോൾ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് വരുന്നു. അന്ന് ഞാൻ പഠിപ്പിച്ച ടെക്നീഷ്യന്മാർ, എഞ്ചിനീയർമാർ എല്ലാം ഫുൾ സ്ട്രെങ്ത് ഉണ്ടെന്ന ഞങ്ങളുടെ ലാബിൽ, അതൊരു ലാബാണ്, ഇലക്ട്രോണിക് ലാബാണ്, ആ ലാബിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അവിടെ ഞങ്ങളെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുകയും ഈ മനുഷ്യൻ വന്നിട്ട് വളരെ അനാവശ്യമായിട്ട് എന്റെ നേരെ ഒരു കുറ്റാരോപണം നടത്തുകയാണ്. അങ്ങനെ ആ സംസാരം മുറുകുന്നു. ഈ സ്വപ്നത്തിൽ ഞാൻ എന്തെല്ലാം തിരിച്ചു പറയണമെന്ന് എന്നെ കാണിച്ചോ അത് അതുപോലെ ശക്തമായിട്ട് കമാൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ഈ വ്യക്തിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്നിട്ട് റെസിഗ്നേഷൻ എഴുതി അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് വെച്ച് പോവുകയാണ്. പിന്നീട് അദ്ദേഹം വളരെ ശ്രമിച്ചു എന്നെ അവിടെ തിരികെ നിർത്തുവാനും, പ്രൊമോഷൻ, സാലറി ഹൈക്ക്, അന്ന് തന്നെ നല്ല സാലറി ഉണ്ട്, ഒക്കെ അദ്ദേഹം ഓഫർ ചെയ്തെങ്കിൽ ഞാൻ അന്ന് MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു കാരണം പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങി വരികയാണ്. അങ്ങനെ ആ സമയത്ത് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഞാൻ ഭവനത്തിൽ പറഞ്ഞിട്ട് എന്റെ ഭാര്യ അധ്യാപികയാണ്. എന്റെ ഭാര്യയ്ക്ക് അവിടെ ഒരു ജോലി തരപ്പെടുത്തി, എന്റെ മക്കൾക്ക് അവിടെ പഠിക്കുവാനുള്ള കാര്യങ്ങൾ തരപ്പെടുത്തി, ഇവരെ കൊണ്ട് ഞാൻ നിർബന്ധിച്ച് പാസ്പോർട്ട് എടുപ്പിച്ച് ഇവരെല്ലാം അബുദാബിക്ക് വരുവാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇവർ കാണുന്നത് 2010 ജാനുവരി മാസം 10-ാം തീയതി ഇവർ കാണുന്നത് ഞാനൊരു പെട്ടിയും പിടിച്ച് കയ്യിലൊരു ബൈബിളുമായിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് കയറി വരുന്നതാണ്. അത് എന്റെ കുടുംബത്തെ വല്ലാതെ ഉലച്ചു. കുടുംബത്തെ മാത്രമല്ല, സമൂഹത്തെ, അയൽവക്കങ്ങളെ, പള്ളിയിൽ, ഇടവക പള്ളിയെ, എന്റെ മാതാവിനെ വളരെയധികം, എന്റെ സഹോദരങ്ങളെ ഒക്കെ വല്ലാതെ ഉലച്ചു. എനിക്ക് മൂത്ത ഒരു സഹോദരിയുണ്ട്. സഹോദരി UK സെറ്റിൽഡ് ആണ്. എന്റെ ഇളയ സഹോദരൻ പ്രിയ മാതാവിനോട് ഒരുമിച്ച് കുടുംബത്ത് പാർക്കുന്നു. ഞങ്ങൾ പുല്ലാട്ട് സ്ഥലം വാങ്ങി ഇവിടെ വീട് പണിത് ഇവിടെ താമസിക്കുകയാണ്, നേവിയിൽ നിന്ന് റിട്ടയർ ആയിട്ട്. അങ്ങനെ വലിയ കലുഷിതമായ അന്തരീക്ഷം. ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പള്ളിയിലും അത് തന്നെ. പള്ളിയിൽ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പള്ളിയിലേക്ക് വരുന്നില്ല. പക്ഷെ ഒരു വിധത്തിലും എന്റെ കുടുംബത്തെ ഞാൻ അറിഞ്ഞ വിശ്വാസത്തിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുവാൻ തയ്യാറായില്ല. ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ അവരെ എല്ലാ ഞായറാഴ്ചയും ഞാൻ തന്നെ പള്ളിയിൽ കൊണ്ടുപോകും. തിരികെ വന്നിട്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് അപ്പോഴും പെന്തക്കോസ്തുമായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ ഭവനത്തിന് അടുത്തുള്ള ഒരു ദേവദാസനുമായിട്ട് ബന്ധപ്പെടുവാൻ ഇടയായി. അവിടെ അദ്ദേഹത്തിനടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുവാൻ ഇടയായി. അങ്ങനെ ആ ഫെബ്രുവരി മാസത്തില്, 2010 ഫെബ്രുവരി മാസത്തില് സ്നാനപ്പെടുവാൻ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. പക്ഷെ ആ സ്നാനപ്പെടുന്നതിന് മുൻപ് വലിയ എതിർപ്പുണ്ടായി. ആ ദേവദാസനെതിരായിട്ടും എനിക്കെതിരായിട്ടും ഞങ്ങളുടെ ജീവന ഭീഷണിയായിട്ട് വലിയ എതിർപ്പുണ്ടായതുകൊണ്ട് ആ സ്നാനം ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, സഹോദര ഒന്നും വിഷമിക്കേണ്ട, കർത്താവ് അതിന് വഴിയൊരുക്കും, കർത്താവ് അതിന് സമയം ഒരുക്കുമെന്ന്. അങ്ങനെ ആ സ്നാനപ്പെടുക എന്നുള്ള കാര്യം തൽക്കാലം മാറ്റിവെച്ചിട്ട് ഞാൻ തുടർന്ന് അദ്ദേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ പോകുവാനിടയായി. അങ്ങനെ പെന്തക്കോസ്തുകാരുമായിട്ട് പതിയെ അടുത്തു. അപ്പോൾ എന്റെ ഭാര്യയും കുടുംബവും പഴയതുപോലെ തന്നെ ഇടവക പള്ളിയിൽ പോകുന്നു. ഞാൻ ഞായറാഴ്ച അവരെ കൊണ്ടുവിട്ടിട്ട് ഈ പെന്തക്കോസ്ത് ആരാധനയ്ക്കായിട്ട് പോകുന്നു. പെന്തക്കോസ്ത് ആരാധനയിൽ വന്നപ്പോഴാണ് ഞാൻ ആ നിമിഷം വരെ പെന്തക്കോസ്തുകാരെ കുറിച്ച് കേട്ടതും അറിഞ്ഞതും ചിന്തിച്ചു വെച്ചതും
സംസാരിച്ചതുമെല്ലാം വ്യാജമായിരുന്നു എന്ന വലിയ ഒരു ചിന്ത, ഒരു അനുതാപം, അവിടെ ഒരു വലിയ മാനസാന്തരം എനിക്ക് ഉണ്ടാകുന്നത്. സ്തോത്രം. കാരണം ഞാൻ നേരിൽ കണ്ടതൊന്നും ഞാൻ പണ്ട് കേട്ടതോ മറ്റുള്ളവർ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ അല്ല. അങ്ങനെ പെന്തക്കോസ്ത് ആരാധനയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മെയ് മാസം ആകുന്നു, 2010 മെയ് മാസം. ഇതൊരു അത്ഭുതത്തിന് സാക്ഷ്യമാണ്. മെയ് മാസത്തില് എന്റെ കുഞ്ഞ്, അന്ന് ഏകദേശം 2.5-3 വയസ്സുണ്ട്, ഇളയ മകൻ ആൽവിൻ. കുഞ്ഞിന്റെ ശരീരത്ത് തീപ്പൊള്ളി കരപ്പൻ എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്നതായ ഒരു ഹെർപ്പിസ് അറ്റാക്ക്. ആ തീപ്പൊള്ളി കരപ്പനിൽ വന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ചുരുക്കമാണ്. ശരീരമാസകലം വലിയ തീപ്പൊള്ളലുകൾ, അതങ്ങ് ഇൻഫെക്റ്റ് ആയി പഴുത്തു. അതിന്റെ കൂടെ ശ്വാസം ലഭിക്കുന്നില്ല. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ, മരുന്നുകളൊക്കെ പരീക്ഷിച്ചു. അവസാനം കോഴഞ്ചേരി ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ അതിഭയങ്കരമായ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷനുകൾ 2 കൈയിലും കൊടുക്കുവാൻ തുടങ്ങി. കൈ നീര് വെച്ചതല്ലാതെ ഈ കുഞ്ഞിന് യാതൊരു മാറ്റവും വന്നില്ല. അങ്ങനെ എന്റെ കയ്യിലുള്ള പണമൊക്കെ പൂർണ്ണമായിട്ട് തീരാൻ തുടങ്ങി. ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. അവിടെ നിന്ന് ഡോക്ടറോട് നിർബന്ധിച്ച് ഡിസ്ചാർജ് വാങ്ങി കുഞ്ഞിനെ ഭവനത്തിൽ കൊണ്ടുവന്നു. ഞങ്ങളുടെ ബെഡ്റൂമിൽ കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും കുഞ്ഞ് മരിക്കുമെന്ന് എനിക്ക് അറിയാം. കാരണം ഞാൻ ഈ മെഡിക്കൽ കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷെ അപ്പോഴൊന്നും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുവാനോ രോഗശാന്തി എന്നൊരു സംഗതിയൊന്നും അറിയില്ല. ഒരു ദിവസം രാത്രി ഏകദേശം 1 മണി 2 മണി ആയപ്പോൾ എന്റെ കുഞ്ഞ് ഭയങ്കര ശ്വാസം വലിച്ചു വിടുന്നതായിട്ട് കേട്ട് ഞാൻ ഉണരുകയാണ്. എന്റെ ഭാര്യയും അപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്റെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്, എന്റെ കുഞ്ഞ് മരിക്കുവാൻ പോവുകയാണ്. ഞാൻ അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വേഗം എന്റെ ഉള്ളിലേക്ക് ഒരു ബോധ്യം വരിക, ആരോ പറയുന്നത് പോലെ യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട്. ഞാൻ വേഗം യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്താൽ സൗഖ്യം എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന ഭാഷകളിലൊക്കെ പറയുവാൻ തുടങ്ങുകയും, അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല, ചെറിയ അരണ്ട വെളിച്ചമുണ്ട്. ഈ പുറത്തുള്ള ലൈറ്റിന്റെയൊക്കെ ചെറിയ അരണ്ട വെളിച്ചം. മുറി ലൈറ്റ് ഇട്ടിട്ടില്ല. എന്റെ വൈഫ് എഴുന്നേറ്റിട്ടില്ല. ഞാൻ കാണുകയാണ് എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ ഞെരിച്ചു പിടിച്ചിരുന്നതായ ഒരു മനുഷ്യൻ, ഏകദേശം 6 അടിയോളം ഉയരമുണ്ട്, സ്ലിം ആണ്, കനം കുറഞ്ഞ നല്ല ബലിഷ്ഠനായ ഒരു മനുഷ്യൻ. അങ്ങനെ ഒരു പുരുഷൻ കരിയോയിൽ ഒഴിച്ച്, ശരീരം മുഴുവൻ കരിയോയിൽ ഒഴിച്ച് വന്നാൽ എങ്ങനെയുണ്ട് അതുപോലെയുണ്ട്. ഞാൻ വ്യക്തമായി കാണുകയാണ്. ഞാൻ ഈ യേശുവിന്റെ രക്തം പറയുകയും ഈ മനുഷ്യന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് പിടിപെട്ടു. അപ്പോൾ എന്റെ കുഞ്ഞിന്റെ ശ്വാസം നേരെ എന്നെ കൊല്ലുവാനായിട്ട് എന്റെ നേരെ തിരിഞ്ഞു. ഞാൻ ഈ മനുഷ്യനുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. അപ്പോൾ ഉച്ചത്തിൽ യേശുവിന്റെ രക്തം പറഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ 2 പുരുഷന്മാർ റെസ്ലിംഗ് ചെയ്യുമോ, ദ്വന്ദ്വയുദ്ധം ചെയ്യുമോ, അതുപോലെ ഞാൻ ഈ മനുഷ്യനുമായിട്ട് മൽപ്പിടുത്തം നടത്തുകയാണ്. ഞാനിത് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വൈഫ് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. പക്ഷേ വൈഫിന് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നില്ല, ഈ രൂപത്തെ കാണാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നതെല്ലാം കേൾക്കാം. അങ്ങനെ എന്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഈ ശക്തിയെല്ലാം, ഈ രൂപത്തിന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു വരുന്നത് അറിഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഭയങ്കര വേഗത്തിൽ ഒരു സ്ഥലത്തെ ഓടിപ്പോയി. ഞാൻ ആ സ്ഥലമൊക്കെ കണ്ടു. സ്തോത്രം. എന്റെ കുഞ്ഞ് പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചു, ശാന്തമായിട്ടുറങ്ങി. ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി. രാവിലെ മുതൽ നോക്കിയപ്പോൾ ആ പഴുത്തുന്നതൊക്കെ ഉണങ്ങി വരുന്നു. ഏകദേശം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്രണങ്ങളെല്ലാം പൂർണ്ണമായിട്ട് സൗഖ്യമായി. കർത്താവിന്റെ കൃപയാൽ കർത്താവ് കൊടുത്തതായ ആ രോഗശാന്തി ഇന്നും എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നു. അവൻ ഇന്ന് +2 പഠിക്കുന്നു. ആൽവിൻ, ഞങ്ങളുടെ ആൽവിൻ മകൻ. സ്തോത്രം. അപ്പോൾ കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം. ആ അത്ഭുതത്തിലൂടെ എന്റെ വിശ്വാസത്തെ കർത്താവ് അതിഭയങ്കരമായിട്ട് ഉറപ്പിച്ചു. പിന്നെ എനിക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല. ധൈര്യത്തോട് കർത്താവിനോട് നിൽക്കുവാനുള്ള ഒരു മനക്കരുത്ത് കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച എന്റെ കുടുംബം പള്ളിയിൽ പോകും. ഞാൻ ചിലപ്പോൾ പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ജൂൺ മാസത്തില് ആദ്യ ആഴ്ച ആണെന്ന് തോന്നുന്നു. ഒരു ദിവസം വീട്ടിൽ ആരുമില്ല, ഞായറാഴ്ച. ഞാൻ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലല്ല, വേറെ ഏതോ ഭാഷയിലാണ്. ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത, ഏകദേശം അറബി അല്ലെങ്കിൽ സുറിയാനിയുടെ ഒക്കെ ചെറിയ ഒരു ചുവയുള്ള ഒരു ഭാഷ. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, മകനെ, നീ സംസാരിക്കുന്നത് കർത്താവ് സംസാരിച്ച അരമായ ഭാഷയിലാണ്. നീ ഇത് ആരോടും പറയരുത്, ഇത് രഹസ്യമാക്കി വെക്കണം, തക്ക സമയത്ത് മാത്രമേ വെളിപ്പെടുത്താവൂ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനസ്സിലുള്ള ചിന്തയെ മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് എപ്പോൾ പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴും ഈ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്, ആരും കേൾക്കാതെ. ആദ്യം 3-4 വാക്കുകളാണ് എന്റെ വായിലൂടെ വന്നത്. പിന്നീട് അത് കൂടിക്കൂടി എപ്രകാരം നമ്മൾ ഈ മലയാളം സംസാരിക്കുമോ അതുപോലെ ആ ഭാഷ സംസാരിക്കുന്ന, മാത്രമല്ല മറ്റു ഭാഷകളുടെ, അതിനോട് ചേരുന്ന മറ്റു ഭാഷകളുടെ ചില സാഹചര്യങ്ങളിൽ മാറുന്നത് മനസ്സിലായി. അപ്പോൾ ഭാഷകളായി. പിന്നീട് ആണ് എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഈ പെന്തക്കോസ്ത് ആരാധനയുമായി അടുത്ത്
പോകുവാൻ തുടങ്ങിയപ്പോഴാണ് അവരും ഇതുപോലെ ഭാഷ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് അന്യഭാഷ എന്ന കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാഷാപരമാണെന്ന് മനസ്സിലാകുന്നത്. ഞാനത് ആരോടും പറഞ്ഞില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കടത്തി പറയട്ടെ. ഏകദേശം 2002 ഫേസ്ബുക്കിൽ ഒരു ദേവദാസനെ പരിചയപ്പെട്ടു, പാസ്റ്റർ സുരേഷ്. അദ്ദേഹം വിവിധ അരമായ ലിപികളിലും ഹെബ്രായ ഭാഷയിലും അതുപോലെ ഗ്രീക്ക് ഭാഷയിലും വളരെ പ്രാഗൽഭ്യമുള്ള, വളരെ പാണ്ഡിത്യമുള്ള ഒരു ദേവദാസനാണ്. ഈ ഭാഷകൾ പഠിക്കുന്ന ഒരു ദേവദാസൻ. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞു നോക്കുക, 2002 കാര്യം ഞാൻ പറയുന്നത്. ഞാൻ ഈ ദേവദാസനെ വ്യക്തിപരമായി ഒന്ന് കോണ്ടാക്ട് ചെയ്തു. ദേവദാസ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന അന്യഭാഷ അതൊരു ഭാഷയാണെന്ന് അറിയാം, അത് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി തരുവാൻ സാധിക്കുമോ, തയ്യാറാകുമോ? അപ്പോൾ ഞാൻ ഒരിക്കലും ഈ ഭാഷ മൈക്കിലൂടെ പറയുകയോ പരസ്യമായി പറയുകയോ റെക്കോർഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ദൈവവുമായി സംസാരിക്കുമ്പോൾ, പ്രാർത്ഥന ആയിരിക്കുമ്പോൾ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സാധിക്കുമെങ്കിൽ അതിന്റെ കുറച്ച് അംശം എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാമോ? അപ്പോൾ ഈ ഭാഷ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടാകും, ഒരു വ്യാഖ്യാനം അതിന് ലഭിക്കും. അതെന്തിനെ കുറിച്ചാണ്, എന്താണ് ആ സാഹചര്യം, ഞാൻ എന്ത് വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തു. എനിക്ക് ആദ്യം ലഭിച്ചതായ ആ പദങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം വാട്സാപ്പിൽ പെട്ടെന്ന് അതിന്റെ മറുപടി തന്നു. ദേവദാസൻ സംസാരിക്കുന്നത് അരമായ ഭാഷയാണ്, അതിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ എനിക്കപ്പോൾ ലഭിച്ച അർത്ഥവും ഇദ്ദേഹം എനിക്ക് എഴുതി അയച്ച അർത്ഥവും ഒരർത്ഥം തന്നെ. കർത്താവ് ഓർത്തു നോക്കിയേ, നമ്മൾ പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകും. ഈ അന്യഭാഷയെ എതിർക്കുന്നവർ പലപ്പോഴും പറയും, നിങ്ങൾ പറയുന്നത് വ്യാജ ഭാഷയാണ്, ലോകത്തുള്ള ഭാഷയല്ല, അത് ദുരാത്മാവിൽ പറയുന്നതാണ്. ഓർത്തു നോക്കിയ ദൈവമക്കളെ, ദൈവം എപ്രകാരമാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. നമ്മളൊക്കെ സംസാരിക്കുന്ന, ആത്മാവിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷകളെല്ലാം പരിശുദ്ധാത്മാവിനാലുള്ള അന്യഭാഷകളാണ്. ഈ ലോകത്തിൽ എവിടെയെങ്കിലും സംസാരിക്കപ്പെടുന്ന ഭാഷയാണ്. കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെയുള്ളവർ പരിഹസിക്കും. ദൈവമക്കൾ ഒരിക്കലും ആ പരിഹാസത്തിൽ പെട്ടു പോകരുത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നിങ്ങൾ നല്ലതുപോലെ വ്യാപാരം ചെയ്യണം. അത് നിങ്ങൾ നല്ലതുപോലെ ഉപയോഗിക്കണം. ആത്മാവിൽ നിങ്ങൾ വളരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ അന്യഭാഷകൾ ലഭിച്ചു. മുമ്പോട്ട് പോയി സെപ്റ്റംബർ മാസം വരികയാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീണ്ടും എൻ്റെ ഹോമിയോപ്പതി ക്ലിനിക്ക് പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ ജംഗ്ഷനിൽ തന്നെ ആരംഭിച്ചു. ഹോമിയോപ്പതി മാത്രം, വേറെ ഒന്നുമില്ല. എന്നിട്ട് ആ ക്ലിനിക്കിനെ സുവിശേഷം പറയുന്ന ഒരു ക്ലിനിക്കാക്കി. വരുന്ന രോഗികളോടെല്ലാം സുവിശേഷം പറയും, ഡോക്ടറോട് സുവിശേഷം പറയും, അവിടെയുള്ള നേഴ്സിനോട് സുവിശേഷം പറയും. ഇങ്ങനെ ഒരു സുവിശേഷീകരണ കേന്ദ്രമാക്കി അതിനെ മാറ്റി. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെപ്റ്റംബർ മാസത്തില് ഞാൻ എൻ്റെ വൈഫിനെ അടുത്ത സ്കൂളിൽ ജോലിക്കാക്കിയിട്ട് സെപ്റ്റംബർ 14 തീയതി 2010 സെപ്റ്റംബർ 14 ശ്രദ്ധയോടെ ഇത് കേൾക്കണം. പ്രത്യേകിച്ച് ഇന്നേ വരെ സ്നാനപ്പെടാത്ത, സ്നാനത്തെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ ഇത് ശ്രദ്ധയോടെ കേൾക്കണം. സെപ്റ്റംബർ മാസം 14 ഞാൻ എൻ്റെ വൈഫിനെ സ്കൂളിലാക്കി സ്കൂട്ടർ ഓടിച്ച് വരുമ്പോൾ റോഡിൽ വെച്ച് റോഡരികിൽ നിൽക്കുന്നതായ ഒരു മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള, ഉയരം കുറഞ്ഞ, തല കഷണ്ടിയായ ഒരു വ്യക്തി എന്നെ കൈ കാണിച്ച് നിർത്തി. ഞാൻ വിചാരിച്ചു സ്കൂട്ടറിൽ കൂടെ വരുവാനാണെന്ന്. ഞാൻ സ്കൂട്ടർ അങ്ങോട്ട് നിർത്തുകയും ഇദ്ദേഹം ഓടിക്കൊണ്ട് എന്റെ നേരെ കൈ ചൂണ്ടി, വിരൽ ചൂണ്ടി, ആക്രോശിച്ചുകൊണ്ട്, നിന്നെ ഞാൻ ഗൾഫിന്റെ പ്രദേശത്ത് നിന്ന് എന്റെ വേലക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്, നീ സ്നാനപ്പെടാതെ മുങ്ങി നടക്കുന്നോ, വേഗം പോയി സ്നാനപ്പെട്ടോണം. ഇത്രയും എന്റെ നേരെ ആക്രോശിച്ച് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓടിപ്പോവുകയാണ്. ഞാൻ പുറകെ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് സ്കൂട്ടറിൽ ഇരുത്തി ഭവനത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തോട് സംസാരം. അദ്ദേഹം ഒരു നോർമൽ വ്യക്തിയായി. അദ്ദേഹം പറയുകയാണ്, കർത്താവ് എന്നെ ഇങ്ങനെ ദൂതുകൾ ഏൽപ്പിക്കും. എനിക്ക് വീടും കൂടും വസ്തുവകൾ ഒന്നുമില്ല, എനിക്ക് കിടപ്പറ പോലും ഇല്ല. കർത്താവ് എന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തയക്കും, ഓരോ ഭവനത്തിലയക്കും. അവിടെ എനിക്ക് കിടപ്പാടം ഒരുക്കും. അവിടുത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ എന്നെ വേറെ സ്ഥലത്തേക്ക് വിടും. അപ്പോൾ അന്ന് പ്രഭാതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ദൂതാണ് എന്നെ കണ്ടു പറയുവാനായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ദേവദാസൻ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ വളരെ പരിശ്രമിച്ചു, പക്ഷേ എനിക്ക് സാധിച്ചില്ല. ഒരുപക്ഷെ ഈ കൊറോണ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം ഭവനത്തിൽ നിന്ന് യാത്രയാകുന്നു. എൻ്റെ ഉള്ളിൽ അതിഭയങ്കരമായ ഒരു ഭാരം. കാരണം ഞാൻ ഈ സ്നാനത്തിന്റെ കാര്യം മറന്നുപോയി. എന്നോട് കാര്യം ആരും പറഞ്ഞുമില്ല. പെട്ടെന്ന് ഞാൻ ഒരു ദേവദാസനെ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെട്ടേ പറ്റൂ. അപ്പോൾ അദ്ദേഹം കുറച്ച് ഒഴിവൊഴിയൊക്കെ പറഞ്ഞു. എന്നിട്ട്, കാരണം പരസ്യമായി ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ തമ്മിലൊരു തീരുമാനമെടുത്തു. അർദ്ധരാത്രിയിൽ ആരും കാണാതെ ഒരു നദിയിൽ സ്നാനപ്പെടാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ സെപ്റ്റംബർ മാസം 21 തീയതി ഏകദേശം വെളുപ്പിന് 2-3 മണിക്ക് ഞങ്ങൾ രണ്ടും ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരും പറയാതെ എഴുന്നേറ്റ് ഞങ്ങളുടെ ഭവനം പൂട്ടി എന്റെ ക്ലിനിക്കിൽ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച്, ഞങ്ങൾ വസ്ത്രം മാറി വെള്ളയും കറുപ്പ് ഇട്ടു. എന്നിട്ട്
ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ളതായ പമ്പാ നദിയിലെ ആഴമുള്ളൊരു സ്ഥലമുണ്ട്. വളരെ കാട് പിടിച്ച സ്ഥലമാണ്. അവിടെ ആരും കാണുകയില്ല. ആ ഇരുട്ടില് ഞങ്ങൾ രണ്ടുപേരും സ്കൂട്ടർ ഓടിച്ച് അവിടെ എത്തുന്നു. അദ്ദേഹം വെള്ളത്തിലിറങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇത് പരസ്യമായി നടത്തേണ്ട ശുശ്രൂഷയാണ്, ഇത് ആരും കാണുന്നില്ലല്ലോ, സ്വർഗത്തിലെ ദൈവം കാണുന്നല്ലോ, ഞങ്ങൾക്ക് സാക്ഷിയായിരിക്കണമേ. അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയും ദൂരെ നിന്നൊരാള് അലറിക്കൊണ്ട് വരികയാണ്, ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ദൂരെ നിന്നൊരാൾ ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു. വെള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ദൂരെ നിന്ന് അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഞങ്ങൾ ആത്മഹത്യക്ക് വന്നതാണ്. അദ്ദേഹം ഓടി അലച്ചുകൊണ്ട് വരികയാണ്. ഏകദേശം ഒരു 4-4:30 ആയി കാണാം. അദ്ദേഹം അടുത്ത് വന്നപ്പോൾ മനസ്സിലാകുന്നു അത് സ്നാനമാണെന്ന്. അതൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ കൂടെ കൂടുകയാണ്. ഞാൻ ആ നദിയിൽ സ്നാനപ്പെടുന്നു. സ്നാനപ്പെട്ട് കയറി വന്നിട്ട് ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയും ഞങ്ങളുടെ കൂടെ മുഴങ്കാലിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് ആദ്യമായിട്ട് ഞാൻ ആ വ്യക്തിയോട് അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ രോഗശാന്തിയെക്കുറിച്ചുള്ള ദൂത് അറിയിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി ഭവനത്തിൽ വന്ന് ആരും അറിയാതെ കതക് തുറന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഉറങ്ങുന്നു. ഇരു ഭവനങ്ങളിലും ആരും അറിഞ്ഞില്ല, അയൽവക്കത്ത് ആരും അറിഞ്ഞില്ല. പക്ഷെ ഈ ഒരു വ്യക്തി അറിഞ്ഞതുകൊണ്ട് ദേശത്ത് അത് പതിയെ അറിയുവാനിടയായി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്റെ പ്രിയപ്പെട്ടവൾ ചോദിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചു, മനുഷ്യ, നിങ്ങൾ പോയി സ്നാനപ്പെട്ടോ? നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു വന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു പുതിയ വ്യക്തിയായി ജീവിക്കണം. പഴയതെല്ലാം വിട്ടുകളയണം. രക്ഷിക്കുമ്പോഴേ നമ്മുടെ പഴയതെല്ലാം വിട്ടുകളയണം. എന്തെങ്കിലും വിട്ടുമാറാത്തതുണ്ടെങ്കിൽ സ്നാനത്തിൽ അത് പൂർണ്ണമായി നിങ്ങൾ കുഴിച്ചിട്ടിട്ടേ എഴുന്നേൽക്കാവും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പാപം ചെയ്യുന്നതായ ആ ജഡശരീരത്തെ നമ്മൾ കുഴിച്ചിട്ടിട്ടാണ് ക്രിസ്തുവിൽ പുതുക്കപ്പെട്ടവനായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് ദൈവദാസന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ സ്നാനം കഴിഞ്ഞു. സഭയുമായിട്ട് പെന്തക്കോസ്ത് സഭയോട് മുന്നോട്ട് പോകുന്നു. ആ ഡിസംബർ മാസം 2010 ഡിസംബർ 1-ാം തീയതി മുതൽ എന്റെ കുടുംബത്തില് പള്ളിക്കാരുമായിട്ട് ചേർന്നിട്ട് ഒരു ഉപവാസം അവർ പ്രഖ്യാപിച്ച് 25 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ജപമാല യജ്ഞം. ഇതിനു വേണ്ടിയാണ് അൻസനെ മടക്കിക്കൊണ്ടുവരണം. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവളും കുഞ്ഞുങ്ങളൊക്കെ അതോട് ചേർന്നു. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ. ഞാൻ അതിനൊന്നും എതിർ പറയാൻ പോയില്ല. അവര് ജപമാലയും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് മുമ്പോട്ട് പോയി. പ്രിയമുള്ളവരെ കേൾക്കണോ, 24-ാം തീയതി വൈകിട്ട് അവിടെ ഉപവാസമൊക്കെ തീർന്ന് അന്ന് പള്ളിയിൽ ധനഹ ശുശ്രൂഷ എന്ന് പറയും, ഇതിന്റെ ക്രിസ്മസിന്റെ ശുശ്രൂഷയാണ്. അതിനകത്ത് തീ ആളിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 24-ാം തീയതി രാത്രി എന്റെ പ്രിയപ്പെട്ടവളും മക്കളും ഒന്നും പോകുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല. അവര് മടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിൽ പോകുന്നില്ല? അപ്പൊ പറഞ്ഞു, പള്ളിയിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോയേ പറ്റൂ, അല്ലെങ്കിൽ പള്ളിക്കാർ കുറെ അൻസൻ നിങ്ങളെ കൊണ്ടുപോയെന്ന്, പെന്തക്കോസ്ത് കൊണ്ടുപോയെന്ന്. അങ്ങനെ ഞാൻ അവരെ നിർബന്ധിച്ച് വസ്ത്രം ധരിപ്പിച്ച് കാറിൽ പള്ളിയിലേക്ക് കൊണ്ടുപോവുക. രാത്രി ആ പോകുന്ന വഴിയിൽ ചെട്ടുമുക്കിന് ഉള്ളൊരു വേർപെട്ട ആരാധനയുണ്ട്. അവിടെ ഭയങ്കര ആരാധന നടക്കുകയാണ്. അപ്പോൾ എന്റെ വൈഫ് അവിടെ ചെന്നപ്പോൾ പറയുക, കാർ നിർത്താൻ പറയുകയാണ്. കാർ നിർത്തിയ ഉടനെ ഡോറ് തുറന്നിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ ആ ആരാധനയിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ശുദ്ധ മനസ്സിൽ വിചാരിച്ചു, എന്നെ കളിയാക്കുവാൻ വേണ്ടി, കാരണം ഇവർ 25 ദിവസം ഇരുന്നല്ലോ, എന്നെ തിരിച്ചുകൊണ്ടുവന്ന് ഉപവസിക്കാൻ എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ പോവുകയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാനും അവരുടെ പോയി ആ ആരാധനയിൽ പങ്കെടുത്തു. അവിടുന്ന് തിരികെ ഇറങ്ങിയപ്പോൾ പള്ളിയിൽ വെടി പൊട്ടിക്കുന്ന കേൾക്കാം, അവിടെ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, പള്ളിയിലേക്ക് പോകുന്നില്ലേ? അപ്പോൾ എന്റെ വൈഫ് പറയുകയാണ്, വി ആർ നോ മോർ ഗോയിങ് ടു ചർച്ച്, ലെറ്റ് us റിട്ടേൺ. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ട് ഞാൻ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ഞാനൊരു വാക്കുപോലും അവരോട് ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നേരിട്ട് അവരിൽ പ്രവർത്തിച്ചു. എന്നിൽ എപ്രകാരം പ്രവർത്തിച്ചോ അതുപോലെ അവരിൽ നേരിട്ട് പ്രവർത്തിച്ചു. എന്റെ വിശ്വാസത്തിന്റെ ആ തീഷ്ണത കണ്ടിട്ട് അവർ ക്രിസ്തുവിനോട് ചേർന്ന് വരുവാൻ ഇടയായി. ആ 2010 ഡിസംബർ 31 ആണ്ടർതി യോഗം എന്റെ കുടുംബം എന്നോടുകൂടെ പെന്തക്കോസ്ത് ആരാധനയിലാണ് പങ്കെടുത്തത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നു. പിന്നെ എനിക്കൊന്നും പുറകോട്ട് നോക്കേണ്ടി വന്നില്ല. 2011 മാർച്ച് മാസം 6-ാം തീയതി എന്റെ പ്രിയപ്പെട്ടവളും മകൾക്ക് അന്ന് ഏകദേശം 12 വയസ്സാണെന്ന് തോന്നുന്നു, മകളും കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവാൻ ഇടയായി. കർത്താവിന് സ്തോത്രം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ആരെയും ഗൗനിക്കാതെ കർത്താവിന്റെ വേലയിലേക്ക്, സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഇടയായി. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സ്നാനം കഴിഞ്ഞിട്ട് നവംബർ മാസം എന്റെ ഉള്ളിൽ ഒരു വലിയ പ്രചോദനം ഉണ്ടായിട്ട് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു വലിയ പ്രചോദനം ഉണ്ടായി. ആ ഉപവാസ സമയത്ത് സംഭവിച്ചത്, വചനത്തിന്റെ ആഴങ്ങളും അതിന്റെ മർമ്മങ്ങളും എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടു. ഞാനൊരു വചനം വായിക്കുമ്പോൾ അതുമായിട്ടുള്ള ചേർന്ന് വരുന്ന വചനങ്ങള്, അതിന്റെ ഒത്തുവാക്യങ്ങള്, ഇണവാക്യങ്ങള്, അതിന്റെ വിഷയം, അതിന്റെ ആത്മീയ വിഷയം, ഇതൊക്കെ വ്യക്തമായിട്ട് എനിക്ക് ആരോ പറഞ്ഞു തരുന്നത് പോലെ എൻ്റെ ഉള്ളിലേക്ക് വരുവാൻ, അങ്ങനെ കർത്താവിന്റെ വചനം ശക്തമായി ശുശ്രൂഷിക്കുവാനുള്ളതായ
ഒരു കൃപ എനിക്ക് ആ 40 ദിവസം ഉപവാസത്തിൽ ലഭിച്ചു. അങ്ങനെ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. ഏകദേശം 3-3.5 വർഷങ്ങള് ഒരു ദേവദാസന്റെ കൂടെ ഇരുന്ന് നല്ലതുപോലെ വിശുദ്ധ വചനം പഠിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങൾക്ക് കുടുംബമായിട്ട് 2013 ജൂൺ മാസമായപ്പോൾ, 2013 അപ്പോഴത്തേക്ക് 3 വർഷം 4 വർഷം ആവുന്നു, 3.5 വർഷം ആവുന്നു. ജൂൺ മാസമായപ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും ഒരു പ്രചോദനം. 21 ദിവസം പൂർണ്ണ ഉപവാസം, പച്ചവെള്ളം മാത്രം കുടിച്ച് ഞാൻ അത് അനുസരിച്ച് ഉപവസിക്കുവാൻ ആരംഭിച്ചു. വെള്ളം മാത്രം കുടിച്ച് 21 ദിവസം ഉപവസിച്ച് 21-ാം ദിവസം ഉപവാസം തീർന്ന ദിവസം വളരെ ശക്തമായ ദൈവിക ഇടപെടല് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ട്, എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ട്, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേർതിരിവ് ആ 21 ദിവസം ഉപവാസത്തിന്റെ അവസാന ദിവസം സംഭവിക്കാനിടയിൽ. ഇതൊന്നും ആരും അറിയുന്നില്ല. ചെയ്യുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. സ്തോത്രം. എന്റെ കൂടെ ആരുമില്ല. അങ്ങനെ ആ വർഷം തന്നെ അടുത്ത മാസം ജൂലൈ 19-ാം തീയതി ഞാൻ 2009 ഡിസംബറിൽ കേട്ട അതേ ശബ്ദം ജൂലൈ 19-ാം തീയതി വൈകുന്നേരം 5:55 ഞാൻ ആ സമയം കുറിച്ചു വെച്ചു. എന്നോട് അതേ ശബ്ദം വ്യക്തമായി സംസാരിക്കുകയാണ്. എന്നോടൊരു ചോദ്യമാണ് ചോദിച്ചത്, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവിന് വേല ചെയ്യുന്നു. അടുത്ത ചോദ്യം, എന്താണ് എന്റെ വേല? ഞാൻ പറഞ്ഞു, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. കാരണം സഭയുമായിട്ടുള്ള ബന്ധത്തില് എല്ലാ കാര്യങ്ങളിലും ഒരാഴ്ചയിൽ ഏകദേശം 5 ദിവസവും സഭയുടെ കാര്യങ്ങളാണ്. അപ്പോൾ ദേവദാസനുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ശ്രദ്ധയോടെ കർത്താവ് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഇതല്ല എന്റെ വേല. എന്റെ വേല എന്ന് പറയുന്നത് എന്റെ വയലിലുള്ള അധ്വാനമാണ്. എന്റെ വയലിൽ അധ്വാനിക്കണമെങ്കിൽ നീ വെയിൽ കൊള്ളണം. നീ ഇപ്പോൾ ആയിരിക്കുന്ന ആ ചുറ്റുപാടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് എന്നോട് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, പേന എടുക്കുക, നിന്റെ ഡയറി എടുക്കുക, എഴുതിക്കൊള്ളണം ഞാൻ പറയുന്നത്. അങ്ങനെ വളരെ നീണ്ട ഒരു സംഭാഷണം, അത് മുഴുവൻ എന്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരെയും കാണിച്ചിട്ടില്ല, എനിക്ക് മാത്രമുള്ള ദൂതുകളാണ്. സ്തോത്രം. ചില കാര്യങ്ങൾ ചിലരെ ഞാൻ അതിന്റെ വ്യക്തത മനസ്സിലാക്കിക്കുവാനായിട്ട് കാണിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വ്യക്തമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നല്ല മലയാളത്തില് നല്ലതുപോലെ മനസ്സിലാകുന്ന ഭാഷയിൽ എനിക്ക് എഴുതി തന്നു. ഞാൻ ഓർക്കുകയാണ്, അതിൽ കർത്താവ് ഉപയോഗിച്ച ഒരു പദം പൈശന്യം. എനിക്ക് അറിയാത്ത ഒരു പദമായിരുന്നു പൈശന്യം. അതിന്റെ അർത്ഥം അറിയില്ല. 2016 ഫെബ്രുവരിയിലാണ് ഈ പൈശന്യം എന്ന വാക്കിന്റെ പദത്തിന്റെ അർത്ഥം ഞാൻ പഠിക്കുന്നത്. ആ അർത്ഥം പഠിച്ചപ്പോൾ കർത്താവ് വന്ന് ആ വാക്ക് ഉപയോഗിച്ച ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തിയുടെ സ്വഭാവം നോക്കിയപ്പോൾ എത്ര കൃത്യമായിട്ടാണ് കർത്താവ് ഓരോ കാര്യങ്ങൾ നമ്മെ ഓരോരുത്തരെയും കർത്താവ് നോക്കി, കർത്താവിന്റെ ഓർമ്മ പുസ്തകത്തിൽ നമ്മെ ഓരോരുത്തരെ കുറിച്ച് എഴുതിയിട്ട് എത്ര വ്യക്തമായ രീതിയിലാണ് നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പോലും കർത്താവ് അറിയുന്നത് എന്ന് ഗ്രഹിച്ചപ്പോൾ എനിക്ക് കർത്താവിനെ സ്തുതിച്ച് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. അന്ന് ആ ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ട്രാക്ട് എഴുതി, അത് ആ ആഴ്ച തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടി. അങ്ങനെ ഞങ്ങള് പത്തനംതിട്ട ജില്ലയിൽ ആദ്യം ട്രാക്ട് മിനിസ്ട്രി ആരംഭിച്ചു. അതാണ് കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച ആദ്യത്തെ മിനിസ്ട്രി. ആ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞിരുന്നു, നീ ജനിച്ച സ്ഥലത്ത് ആദ്യം വേല ചെയ്യണമെന്ന്. അപ്പോൾ അത് പൂർത്തീകരിച്ച് അങ്ങനെ അതിന്റെ വിസ്താരമായി വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബാനർ കാണുകയാണ്. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത്, ഇത് 2013 ഏകദേശം ഓഗസ്റ്റ് മാസം കഴിഞ്ഞു. ആ ബാനറിൽ എഴുതിയിരിക്കുന്നത് 7 ദിവസം ഉപവാസ പ്രാർത്ഥന എന്ന് മാത്രമാണ്. അതിന്റെ അടിയിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ദേവദാസന്റെ മൊബൈൽ നമ്പർ ഉണ്ട്. ഞാൻ ഉടനെ അവിടെ നിന്ന് ഈ മൊബൈൽ നമ്പർ വിളിക്കുക. എന്റെ ഉള്ളിൽ ഒരു പ്രചോദനം ഉണ്ടാവുക. അന്ന് 6-ാം ദിവസമാണ് ഞാൻ ഇത് കാണുമ്പോൾ എനിക്ക് ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അപ്പോൾ ഞാൻ അറിയാത്ത ഒരു സ്ഥലമാണ്. ഞാൻ ഈ ദേവദാസനെ വിളിച്ചപ്പോൾ അദ്ദേഹം ആ സ്ഥലവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. എനിക്ക് അപരിചിതമായ സ്ഥലം, അപരിചിതമായ വ്യക്തികൾ. ഞാൻ പറഞ്ഞു, ദേവദാസ ഞാൻ ഇന്ന് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അന്ന് രാത്രിയിൽ ആ ഉപവാസ പ്രാർത്ഥനയിൽ കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു മലമണ്ടയ്ക്കാണ്, ഒരു കോളനി പോലുള്ള സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത വ്യക്തികള് അതിൽ കൂടുതലും വൃദ്ധരും വൃദ്ധകളുമാണ്, അപ്പച്ചന്മാർ അമ്മച്ചിമാരാ. അവര് ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുകയാണ്. അപ്പോൾ അന്ന് അവിടെ ദൈവവചനം ശുശ്രൂഷിക്കുവാനായിട്ടുള്ള ദേവദാസനില്ല. അപ്പോൾ അവിടുത്തെ ദേവദാസൻ എന്നോട് പറഞ്ഞു, വചനം ശുശ്രൂഷിക്കാമോ? ഞാൻ പറഞ്ഞു സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അവളെ വചനം ശുശ്രൂഷിച്ചു. അവിടുന്ന് പോരാൻ നേരം ഈ അപ്പച്ചന്മാർ അമ്മച്ചിമാരെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ നാളെയും വരണം, നാളെ ഞങ്ങളുടെ ഉപവാസം തീരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷേ നിർബന്ധിച്ച് എന്നോട് പറഞ്ഞു, ഉച്ചക്കെങ്കിലും വരണം, യോഗം തീർന്നിട്ടെങ്കിലും ഞങ്ങളുടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് വരണം. അങ്ങനെ അടുത്ത ദിവസം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഒരു 12:30 ആയപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന, യഥാർത്ഥത്തിൽ അവരോട് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നപ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിക്കേണ്ട ദേവാസൻ വളരെ ദൂരെ നിന്നാണ് വന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് എത്തിച്ചേരുവാൻ സാധിച്ചില്ല.
അദ്ദേഹം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. വന്ന് കയറി അവരെ യോഗം തുടങ്ങിയതേ ഉള്ളൂ. ഞാനപ്പോൾ ഒരു കോണിൽ പോയിരുന്നു. ദൈവദാസൻ വചനം ശുശ്രൂഷിക്കുന്നു. വചനം ശുശ്രൂഷിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശുശ്രൂഷ നിർത്തി. എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന ഒരുവനെ കുറിച്ച് ദൈവ ആലോചന അറിയിക്കുന്നു. എന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതലുള്ള ചരിത്രം അതുപോലെ വിളിച്ചു പറഞ്ഞ നാട്ടിൽ വരുന്നതിനുള്ള ചരിത്രം. എന്നിട്ട് പറയുകയാണ്, മകനെ, നിന്റെ ഇവിടുത്തെ പരിശീലനം പൂർത്തിയായി. നീ എവിടെ നിന്ന് ഇവിടേക്ക് വന്നോ അവിടേക്ക് നിന്നെ ഞാൻ മടക്കിക്കൊണ്ടു പോവുകയാണ്. നിന്റെ ജോലിക്ക് വേണ്ടിയല്ല, എന്റെ വേലയ്ക്ക് വേണ്ടി. ഈ അവസാനത്തെ വാക്ക് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. എന്റെ വേലയ്ക്ക് വേണ്ടി. ഞാനത് ചാടിപ്പിടിച്ചു, അത് ഏറ്റെടുത്തു. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞ് പെട്ടെന്ന് വചന ശുശ്രൂഷയിലേക്ക് മടങ്ങി വന്നു. ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു പറഞ്ഞു, ദേവദാസ എന്നെ കുറിച്ചാണ് അതൂത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല ആരെക്കുറിച്ചാണ്, കർത്താവിനോട് വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ അതുപോലെ വിളിച്ചു പറഞ്ഞു, താങ്കളെ കുറിച്ചാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നുപോയി. ഞാൻ ഭവനത്തിൽ മടങ്ങി വരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കി പറയട്ടെ, 2014 ജാനുവരി മാസം 5-ാം തീയതി അബുദാബിയിൽ ഞാൻ ഏത് സ്ഥലത്ത് വെച്ച് രക്ഷിക്കപ്പെട്ടോ അവിടെ കർത്താവ് എന്നെ കൊണ്ടാക്കി. എന്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലുമല്ല. എന്റെ ഒരു സുഹൃത്ത് എന്നെ നിർബന്ധിച്ചിട്ട് 1 മാസത്തേക്ക് ഒരു കസേരയിൽ ഇരിക്കാൻ വിളിച്ചതാണ്. ഒറ്റ മാസത്തേക്ക്. എന്നിട്ട് മടങ്ങി വരാം എനിക്ക്. കാരണം അവർക്കറിയാം ഞാൻ ജോലിക്ക് വരില്ല. അപ്പോൾ അവിടെ ചെന്ന ഉടനെ എനിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ഒരു ഈവനിങ് കോളേജ് ഉണ്ടായിരുന്നു, ഷാർജ ബൈബിൾ കോളേജ്. ആ ബൈബിൾ കോളേജിൽ എനിക്ക് BTH അഡ്മിഷൻ കിട്ടി. അപ്പോൾ എന്റെ ഉള്ളു പറഞ്ഞു, ഇനി മടങ്ങിപ്പോകുന്ന കാര്യമില്ല, ഞാനിത് പൂർത്തീകരിച്ചിട്ടേ പോകുമെന്ന്. അങ്ങനെ എന്നെ കൊണ്ടുപോയ സുഹൃത്തിനോട് എന്ന് പറഞ്ഞു, എന്നെ ഇവിടെ തന്നെ പെർമനന്റ് ആക്കിക്കോളൂ, ഞാൻ മടങ്ങിപ്പോകുന്നില്ല, ഞാൻ ഇങ്ങനെ പഠിക്കുവാൻ ആരംഭിച്ചു വന്നു. ചിന്തിക്കുവാൻ പറ്റുമോ, എനിക്ക് കമ്പനി ഒരുക്കിയിരുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷനാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്നത് അവിടുത്തെ വേലയ്ക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ എനിക്ക് ഈ പട്ടുമത്തെയും കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് യോജ്യമായ ഒരു അക്കോമഡേഷൻ തരണമേ. അപ്പോൾ അബുദാബിയിലൊക്കെ അന്ന് ഭയങ്കര തിരക്കുള്ള സമയമാണ്. നമ്മൾ ഒരിക്കൽ ഒരു അക്കോമഡേഷൻ ഉപേക്ഷിച്ചാൽ പിന്നെ അത് കിട്ടുകയില്ല, പ്രയാസമാണ്. ആ സ്ഥലത്ത് പോലും പിന്നെ കിട്ടിയെന്ന് വരില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അക്കോമഡേഷൻ അന്വേഷിച്ച് നടക്കുന്ന വഴിക്ക് ഞാൻ പണ്ട് താമസിച്ച സ്ഥലത്തൊന്ന് കയറാൻ ആഗ്രഹിച്ചു. ഞാൻ കിടന്നിരുന്ന കട്ടിൽ, ആ താമസിച്ചിരുന്ന മുറി, ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ തന്നെ വാങ്ങിച്ചിട്ട കട്ടിലും മെത്തയും ഒക്കെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സ്ഥലം ഒന്നുകൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോൾ ആ പഴയ ബിൽഡിംഗ് ഉടമസ്ഥൻ തന്നെ, ഞാൻ അവിടുന്ന് അവരുടെ മൊബൈൽ നമ്പറും വാങ്ങിയിട്ട് പോയി. ഭവനത്തിൽ ചെന്ന ഈ ഉടമസ്ഥൻ എന്നെ വിളിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഈ ഉടമസ്ഥനെ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ താമസിച്ചിരുന്ന ആ മുറിയിൽ താമസിച്ച വ്യക്തി ദുബായിലേക്ക് പോകുവാനായിട്ട് ഓർഡർ ലഭിച്ചു. അദ്ദേഹം മുറി വെക്കേറ്റ് ചെയ്യുകയാണ്. താങ്കൾക്ക് വേണമെങ്കിൽ വന്ന് താമസിക്കാം. പഴയ വാടക തന്നാൽ മതി. 4 വർഷം മുമ്പുള്ള വാടക. ഞാൻ കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടും. അന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് അവിടേക്ക് വന്ന് ഓർത്തു നോക്കിയ ദേവദാസന്റെ പ്രവചനം, നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ഞാൻ കൃത്യമായി കിടന്ന, ഞാൻ 3 ദിവസം എന്റെ പാപത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കണ്ട് കിടന്ന അതേ കട്ടിലിൽ കർത്താവിനെ കൊണ്ടുവന്നു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് വാക്കു മാറാത്തവൻ. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ആരംഭിച്ചു. പതിയെ, ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എന്റെ പ്രിയപ്പെട്ടവർക്ക് അവിടെ ഒരു ജോലിയും അധ്യാപിക ജോലിയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനാണ് ആഗ്രഹിച്ചതെന്ന്. അതെല്ലാം കർത്താവ് നിവർത്തിച്ചു തന്നു. ഭാര്യയെ അവിടെ കൊണ്ടുപോയി, മകനെ അവിടെ സ്കൂളിൽ പഠിപ്പിച്ചു. എന്റെ ബൈബിൾ കോളേജിലെ പഠനം 4 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ 2017 നവംബർ മാസത്തിൽ ഗ്രാജുവേഷൻ ഓർഡിനേഷനും കഴിഞ്ഞിട്ട് എന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് ആലോചിച്ച് നമുക്ക് ഒരു ഗോസ്പൽ മിനിസ്ട്രി ആരംഭിക്കണം. അങ്ങനെ ഞങ്ങൾ ആ ഗോസ്പൽ മിനിസ്ട്രിക്ക് ബരാഖ ഗോസ്പൽ മിനിസ്ട്രി എന്ന് പേര് കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ തന്നെ IPC ഒരു ചർച്ചുമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായിട്ട് കൂടി ആരാധിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ 2008 ഫെബ്രുവരി മാസം 6-ാം തീയതി ഞാൻ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ ആ 2009-ലും 2013-ലും കേട്ട അതേ ശബ്ദം വ്യക്തമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. ആൻസൺ, നീ ഒരു ഗോസ്പൽ മിനിസ്ട്രി ആരംഭിക്കണം. മിനിസ്ട്രിയുടെ പേര് ബേഥാന്യ ഗോസ്പൽ മിനിസ്ട്രി. വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നു. തർജ്ജമ ഞാൻ കർത്താവിന് പെട്ടെന്ന് ആ കേട്ട ശബ്ദത്തോട് പെട്ടെന്ന് പറയാം, കർത്താവേ, ഇങ്ങനെ ഒരു പേരിലാണോ ഒരു മിനിസ്ട്രി ആരംഭിക്കേണ്ടത് എന്ന്. ബെഥനി നല്ല പേരാണല്ലോ എന്ന് പറയുകയും അടുത്ത ശബ്ദം, നീ മർക്കോസിന്റെ സുവിശേഷം തുറക്കുക 11-ാം അധ്യായം. എന്നിട്ട് ആ ശബ്ദം നിലച്ചു. പിന്നെ എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ മർക്കോസിന്റെ സുവിശേഷം തുറന്നപ്പോൾ ആ സുവിശേഷത്തിൽ ഇതാണ് ബഥാനിയ. എന്നിട്ടും എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കും. കാരണം ദേവദാസന്റെ അനുവാദമില്ലാതെ മിനിസ്ട്രി തുടങ്ങാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് വൈകുന്നേരം
ഞങ്ങളുടെ ദേവദാസനെ പോയി കണ്ടു, എന്റെ മകളുമായിട്ട്. ദേവദാസനോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ച് കേട്ട് പറഞ്ഞു, ബ്രദറെ, അങ്ങനെ മിനിസ്ട്രി തുടങ്ങാൻ പറ്റില്ല, അതിന് ഞങ്ങൾ സഭയിൽ നിന്ന് വരും, നമുക്ക് ചെയ്യാം, പതിയെ സാവധാനം ചെയ്യാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു വിട്ടു. ഞാൻ അത് കേട്ടിട്ട് പോകുന്നു. അടുത്ത വ്യാഴാഴ്ച ഞങ്ങളുടെ സഭായോഗമാണ്. അവിടെ വെള്ളിയാഴ്ച അവധി അന്നായിരുന്നതുകൊണ്ട്, ഇന്നാണ് ഞായറാഴ്ച അവധി, അന്ന് വെള്ളിയാഴ്ച അവധിയാണ്, സഭായോഗമാണ്. സഭായോഗത്തിൽ ഞങ്ങളെല്ലാം കടന്നു വന്നിരിക്കുന്നു. പെട്ടെന്ന് പുറത്തുനിന്ന് അപരിചിതനായ ഒരു ദേവദാസൻ അവിടേക്ക് വരികയാണ്. അദ്ദേഹം വന്ന് ഞങ്ങളുടെ പാസ്റ്ററുടെ കൂടെ ഇരുന്നു. അപ്പോൾ ആരോ വന്ന് ഞങ്ങളുടെ പാസ്റ്ററോട് എന്തോ പറയുന്നു. സാധാരണ ഈ വിസിറ്റിംഗ് പാസ്റ്റേഴ്സിനൊക്കെ കൂടി വന്നാൽ 10 മിനിറ്റ് അല്ലെ 5 മിനിറ്റ് 10 മിനിറ്റ് കൊടുക്കാറുള്ളൂ, ബാക്കി ദേവദാസനെ ശുശ്രൂഷിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ദേവദാസൻ ഗാന ശുശ്രൂഷ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പറയുകയാണ്, ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന ദേവദാസനാ, സാം ഏഴംകുളം എന്നുള്ള ദേവദാസനാണ്, സാംകുട്ടിയല്ല, സാം. ഇന്ന് മുഴുവൻ സമയം അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുവാനായി കൊടുക്കുകയാണ്, ശുശ്രൂഷയുള്ള ദേവദാസനാണ്. ഈ ദേവദാസൻ എഴുന്നേൽക്കുന്നു, തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഏഴംകുളം സ്വദേശിയായ സാം എന്ന ദേവദാസനാണ്, മുഖവരുകൾ ഒന്നുമില്ല. എല്ലാവരും വേദപുസ്തകം തുറക്കുക, മർക്കോസിന്റെ സുവിശേഷം തുറക്കുക, 11-ാം അധ്യായം തുറക്കുക. ബേഥാന്യ. 1 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചത് ബേഥാന്യ എന്ന വിഷയമാണ്. കർത്താവ് എപ്രകാരമാണ് ബലഹീനരെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ ചിന്തയിൽ പോലും പലപ്പോഴും നമ്മൾ ബലഹീനരായിത്തീരും. പക്ഷെ ആ ബലഹീനതയുടെ നടുവിലും കർത്താവിന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. നമ്മെ വിടുകയില്ല. കർത്താവ് ഒരു പദ്ധതി നമ്മെക്കുറിച്ച് ഒരുക്കി കഴിഞ്ഞാൽ നമ്മെ വിടാതെ പിൻപറ്റി നമ്മെ ആ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഞങ്ങളുടെ ദേവദാസന് സമാധാന ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ദേവദാസ, ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രി ആരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അത് ഹൃദയത്തിൽ മുറിവേറ്റവർക്കുള്ള ശുശ്രൂഷയാണ്. ഇത്രയും കൂടെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വ്യാഴാഴ്ച സഭായോഗം കഴിഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച എന്റെ വളരെ അടുത്ത സുഹൃത്തായ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ഓർഡൈൻഡ് ദേവദാസൻ, അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു അറിയിക്കാനായിട്ട്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട്. ഇത് കേട്ട് അദ്ദേഹം പറയുകയാണ്, ദേവാസ, ഞങ്ങളും കൂടെ വരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അവര് 4 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും അവർ 4 പേരും ഫെബ്രുവരി മാസം 8-ാം തീയതി 2017 ഫെബ്രുവരി മാസം 8-ാം തീയതി രാവിലെ ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ ഹാളില് പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ആരംഭിച്ച മിനിസ്ട്രിയാണ് കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ദേവാസ, ചർച്ചിൽ പോകണ്ടേ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഭവനത്തിലിരുന്ന് ദൈവത്തെ ആരാധിക്കുക, ഒരു ചർച്ചിലും പോകാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അപ്പോഴാണ് കർത്താവ് പറഞ്ഞ അർത്ഥം മനസ്സിലായത്. ഹൃദയത്തിൽ മുറിവേറ്റവരെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഹൃദയത്തിൽ മുറിവേറ്റവർ? ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പിന്മാറ്റക്കാരെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു ഭാഗമുണ്ട്. പക്ഷെ അതിൽ പലരും പിന്മാറ്റക്കാരായിരിക്കുകയില്ല. അവർ കൂടി വന്ന കൂട്ടായ്മയിൽ നിന്നോ അവരുടെ ജീവിതത്തിൽ നിന്നോ എന്തെങ്കിലും കഠിനമായ മുറിവ് അവരുടെ ഹൃദയത്തിൽ ഏറ്റിട്ട് പിന്നീടുള്ള കാലം മുഴുവൻ അവർ ദേവദാസന്മാരെ കുറ്റപ്പെടുത്തുകയും ദൈവമക്കളെ കുറ്റപ്പെടുത്തുകയും പെന്തക്കോസ്ത് അനുഭവത്തെ കുറ്റപ്പെടുത്തുകയും പെന്തക്കോസ്ത് സഭകളെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്, സഹോദരങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ അകറ്റി നിർത്തുക ചെയ്യുന്നത്. നമ്മൾ അവരോട് സംസാരിക്കാറില്ല. അപ്പോൾ കുറച്ച് പ്രയാസമാണ് അവരുമായിട്ട് സംസാരിക്കുവാനായിട്ട്. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങനെ ഒരു മഹത്വമുള്ള ശുശ്രൂഷയായതിനാൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പ്രിയമുള്ളവർ, ഓർക്കുമ്പോഴൊക്കെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ മുറിവേറ്റ ഒരു വ്യക്തിയെങ്കിലും ഞങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മടങ്ങി വരുവാൻ കർത്താവ് വഴി ഒരുക്കും. സ്തോത്രം. ഹല്ലേലൂയ. മുൻപോട്ട് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കും. 2 ദർശനങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വരുന്ന വഴിയിൽ ആ സാഹചര്യം ഉണ്ടായില്ല. 2 ദർശനങ്ങളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 2005 ഞാൻ പറഞ്ഞല്ലോ, 2000 ആണ്ട് ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ മുംബൈയിൽ നിന്ന് ഒരു മാറ്റപ്പെട്ടവനായിട്ട് മടങ്ങി വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു പാസ്റ്റർ സൈമൺ എന്നോട് സുവിശേഷം അറിയിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ 2000 ഫെബ്രുവരിയിൽ. അപ്പോൾ ഞാൻ അക്കാര്യം മറന്നുപോയി. ആ ഒരു കാര്യമേ ഞാൻ മറന്നു. 2005 ഒക്ടോബർ മാസം, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു, രാത്രിയിൽ ഉറങ്ങി പ്രഭാതത്തില് ഉണർന്നത് ഒരു ദുസ്വപ്നം കണ്ടുകൊണ്ടാണ്. വല്ലാത്ത ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഉണർന്ന്. ഞാൻ ആ സ്വപ്നം പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണുന്നത് എന്നെ ഒരു സുവിശേഷകനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഓർത്ത് നോക്കുക, പള്ളിയിലെ വളരെ അടുത്തവനായിട്ടാണ് നിൽക്കുന്നത്. മദ്ബഹായിലെ ശുശ്രൂഷയും പള്ളി സെക്രട്ടറിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്, വളരെ ഉയർന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്വപ്നം കാണുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് കറുത്ത പാൻസ് ഇട്ട, ഫുൾ സ്ലീവ് വെള്ള ഷർട്ട് ഇട്ട, ക്ലീൻ ഷേവ് ആയ ആൻസൺ. അന്ന് എനിക്ക് ജർമ്മൻ ബേഡൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഡോക്ടറായിട്ട്. അപ്പോൾ ഞാൻ വളരെ
കൃശഗാത്രനായിട്ട് ഇങ്ങനെ കയ്യിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, കറുത്ത ബൈൻഡിംഗ് ഉള്ള വേദപുസ്തകം അത് പിടിച്ചുകൊണ്ട് ഒരു ദേശത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കുറെ വേപ്പ് മരങ്ങളൊക്കെ ഉള്ള ഒരു ഭവനത്തിന്റെ അടുത്ത് വന്നപ്പോൾ ആ ഭവനത്തിന്റെ മുറ്റത്ത് ഒരു സഹോദരി, ഒരു അമ്മാമ്മ നിൽക്കുക, കുറച്ച് പ്രായമുള്ള ഒരു അമ്മാമ്മയാണ്. ആ അമ്മാമ്മയെ ഞാൻ ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി, ആ അമ്മാമ്മയ്ക്ക് ആഭരണങ്ങളില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി പെന്തക്കോസ്തുകാരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. ഞാൻ ജസ്റ്റ് നോക്കി ചിരിച്ചു. ഈ അമ്മാമ്മ എന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുകയാണ്, ദേവദാസ വീട്ടിനകത്തേക്ക് വരണം, എന്റെ പ്രിയപ്പെട്ടവൻ തളർന്നു കിടക്കുകയാണ്, ആ വ്യക്തിയോട് സുവിശേഷം അറിയിക്കണം, അദ്ദേഹത്തെ രക്ഷയിലേക്ക് നയിക്കണം. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ ഈ അമ്മാമ്മയുടെ കൂടെ വീടിനകത്തേക്ക് കിടക്കുമ്പോൾ ആ കയറി ചെല്ലുന്ന മുറിയിൽ തന്നെ ഒരു കട്ടിലിൽ നല്ല ബലിഷ്ഠനായ ആരോഗ്യമുള്ള ഒരു അച്ചായൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അച്ചായനോട് അടുത്തിരുന്ന് കുറച്ച് സംസാരിച്ചു, സുവിശേഷമൊക്കെ പങ്കുവെച്ചു. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് തളർന്നു കിടക്കുകയാണ്. ഞാൻ പറഞ്ഞു, യേശു സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്ന ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ കാണുന്നു ഈ വ്യക്തി ചാടി എഴുന്നേറ്റ് എന്റെ കഴുത്തിനെ പിടിച്ച് എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ ആ ശ്വാസം മുട്ടലാണ് അലറിക്കൊണ്ട് ഉണരുന്നത്. ഞാൻ ഉണരുന്ന നിമിഷം ഉണർന്ന് കണ്ണു തുറന്നു, വീണ്ടും കണ്ണടച്ചു, എനിക്ക് ബോധം വന്നു. ഞാൻ പെട്ടെന്ന് കാണുന്നത് എന്റെ തലയുടെ പുറകിൽ ഞാൻ നല്ലപോലെ പെയിന്റിങ് ചെയ്യുന്ന ആളായിരുന്നു. എനിക്ക് പോലും ഒരിക്കലും പെയിന്റിങ് ചെയ്യുവാനോ വരയ്ക്കുവാനോ വർണ്ണിക്കുവാനോ കഴിയാത്ത അത്ര പ്രഭാപൂർണമായ ഒരു ബാക്ക്ഗ്രൗണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ വളരെ തിളങ്ങി നിൽക്കുന്നതായ ഒരു യൗവനയുക്തമായ മുഖം. ഞാൻ കണ്ണുകളൊക്കെ എപ്പോഴും ഓർക്കുകയാണ്. തലയിലെ രോമങ്ങൾ ഓരോന്നും ഒരു 1000 വാട്ട് ബൾബ് കത്തിയാൽ എങ്ങനെയുണ്ട് അതുപോലെ ഓരോ രോമങ്ങളും, തലയിലെ രോമങ്ങളൊക്കെ, താടി രോമങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു മുഖം, പുഞ്ചിരിക്കുന്ന മുഖം, എന്റെ നേരെ നോക്കി പറയുകയാണ്, മകനെ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പെട്ടെന്നെല്ലാം മാഞ്ഞു. ഞാൻ എഴുന്നേറ്റു. ആരോടും ഇത് പറഞ്ഞില്ല. പള്ളിയിൽ പോയിട്ട് അന്ന് ഞങ്ങളുടെ പള്ളി വികാരി പുഷ്പഗിരി മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായിരുന്ന കല്ലുമാലച്ചനാണ്, ജോസ് കല്ലുമാലച്ചൻ. ഞാൻ അച്ഛനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അച്ഛനെല്ലാം ശ്രദ്ധയോടെ കേട്ട് പറഞ്ഞു, സാറേ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, സ്വപ്നമല്ലേ, അത് വിട്ടുകളഞ്ഞു. അപ്പൊ ഞാനത് ഉപേക്ഷിച്ചു, ആ കാര്യമേ വിട്ടുകളഞ്ഞു, അതൊരു സ്വപ്നമായി തന്നെ വിട്ടുകളഞ്ഞു. ഇത് ഒരു ദർശനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, 2014 അബുദാബിയിൽ ചെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട ആദ്യത്തെ കുടുംബം ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ട കുടുംബത്തെയാണ്. സ്തോത്രം. ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് ദേവദാസനും ദേവദാസിയും അവര് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവ് നടത്തുന്ന ഓരോ വഴികൾ നോക്കി. കർത്താവ് നമ്മെ ബലപ്പെടുത്തും. ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ, മുഖാന്തരങ്ങളിലൂടെ കർത്താവ് നമ്മെ ബലപ്പെടുത്തും, തന്റെ ദൂത് ഉറപ്പിക്കും. അടുത്ത ഒരു ദർശനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്. 2012 ആയപ്പോഴേക്ക് എൻ്റെ മകള് 10th കഴിഞ്ഞ +2 ഒക്കെ കഴിയുന്ന ഒരു അവസരമാണ്. +2-ലാണ്. എൻ്റെ മകനും വളർന്നു. ഞങ്ങളുടെ ചിലവുകളൊക്കെ വർദ്ധിച്ചു. എനിക്ക് നേവിയിൽ നിന്ന് കിട്ടുന്ന പെൻഷൻ, കാരണം ഞാൻ കുറച്ച് വർഷം ജോലി ചെയ്തുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പെൻഷൻ കുറവാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലവുകൾ വർദ്ധിച്ചപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത, വീട്ടിലെ ചിലവുകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടായി. കാരണം എൻ്റെ മകളെ ഇനി പഠിപ്പിക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ഒരു വ്യക്തിയോടും ആവശ്യങ്ങൾ പറയാറില്ല, ഒരിക്കലും പറയാറില്ല. എനിക്ക് പറയാൻ പറ്റിയ സാഹചര്യവുമല്ല, കാരണം എല്ലാവരും തള്ളപ്പെട്ടവനായിട്ട് ജീവിക്കുകയാണല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വാക്ക് പ്രാർത്ഥന ഇതാണ്, കർത്താവേ വഴി തുറക്കണമേ. ഞാൻ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ നാളത്തെക്കുറിച്ചുള്ള ഒരു ഭാരം വരുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ വഴി തുറക്കണമേ. ഞാനിത് പറയുന്നത് എന്നെ പോലെ ആ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ കൈ നീട്ടരുത്. നിങ്ങളുടെ കർത്താവിന് മുമ്പ് ആ കൈ നീട്ടിക്കോണം. കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് വഴി തുറക്കണമേ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഈ വെളുപ്പിനെ ഉണർന്നു കിടക്കുകയാണ്. പുറത്തുള്ള കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഒരു 5:30 മണിയായി. ഞാനിങ്ങനെ ധ്യാനിച്ച് കിടക്കുമ്പോൾ വേഗത്തിൽ സാഹചര്യവും അന്തരീക്ഷവും മാറുകയാണ്. ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ പകൽ സമയത്ത് കാണുന്നത് പോലെ ദൂരെ ഒരു വലിയ മല കാണുകയാണ്. പക്ഷെ എനിക്ക് അടുത്തത് കാണാം. ഞാൻ ദൂരെയാണെങ്കിലും എനിക്കത് അടുത്ത് കാണാം. എനിക്കെല്ലാം വ്യക്തമായിട്ട് കാണാം. ഒരു മരക്കുരിശ് അതിന്റെ മുകളിൽ നാട്ടിയിരിക്കുന്നു. ആ മരക്കുരിശില് ഒരു യുവാവ് ക്രൂശിക്കപ്പെട്ട് കിടക്കുക. മുഴുവൻ ചോരയാണ്. ശരീരം മുഴുവൻ വിണ്ട് കീറിയിരിക്കുക. എല്ലാത്തിനുള്ള ചോരയാണ് മുഴുവൻ. ആ കുരിശ് മുഴുവൻ ചോരയാണ്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ യുവാവ് ഞെളിവിരി കൊള്ളുകയാണ്. ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഞെളിവിരി കൊള്ളുകയല്ല, ഈ കുരിശ് ആഴ്ത്തുവാൻ ശ്രമിക്കുക താഴോട്ട്. എന്തിന്റെയോ മുകളിലേക്ക് ആഴ്ത്തുവാൻ ശ്രമിക്കുക. വളരെ ഭാരപ്പെട്ട് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എന്റെ നേരെ നീണ്ടുവരുന്ന
ഒരു സർപ്പത്തെ കാണുന്നത്, ഒരു വലിയ പെരുമ്പാമ്പ്, അനക്കോണ്ട പോലെ ഒരു പെരുമ്പാമ്പ്. ഞാൻ അതെന്നെ കടിക്കുവാനായിട്ട് എന്റെ അടുത്ത് വരെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ കുരിശ് ആഴ്ത്തും. അപ്പോൾ അത് തിരിഞ്ഞു പോകും. എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയത്. ഞാൻ കുറച്ചുകൂടെ നോക്കിയപ്പോൾ ഈ സർപ്പം എന്ന് പറയുന്നത് ഒരു വാലാണ്, ഒരു ജന്തുവിന്റെ വാലാണ്. ഒരു വലിയ മുതല പോലെയുള്ള ഭീകരമായ ഒരു ജന്തു. ഇതിന്റെ വാലിട്ട് എന്നെ കടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ വാലിന്റെ തല എന്ന് പറയുന്നത് ഈ പെരുമ്പാമ്പിന്റെ തലയാണ്. ഇതിന്റെ തലയിലാണ് ഈ ക്രൂശ് കുത്തി ഇറക്കിയിരിക്കുന്നത്. ഇതിനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ് ഈ കുരിശിൽ കിടക്കുന്നയാൾ. കുറെ കഴിഞ്ഞപ്പോൾ ഈ ജന്തു നിശ്ചലമായി. അതിന്റെ തലയൊക്കെ താഴെ വീണു, വാലൊക്കെ താഴെ വീണു, അന്തരീക്ഷം ശാന്തമായി. അപ്പോൾ ഈ വ്യക്തി എന്നെ നോക്കി കണ്ണു തുറന്നു, നല്ലപോലെ ചിരിച്ചു. എനിക്ക് വ്യക്തമായിട്ട് കാണാം, ഒരു കണ്ണ് മുഴുവൻ തകർന്നിരിക്കുക, കണ്ണിനകത്തോടെ നിറച്ച് ചോരയാ, പല്ലിൽ ഓരോ പല്ലും ചോരയാ, ചുവന്ന പല്ലാണ്, കാരണം ഈ ചോര കൊണ്ട് ചുവന്നിരിക്കുക. സ്തോത്രം. നല്ലതുപോലെ പുഞ്ചിരിച്ചു, നല്ലതുപോലെ ചിരിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് എന്തോ ഭാഷയിൽ പറയുന്നു എനിക്കറിയില്ല, ഞാൻ കേൾക്കുന്ന മലയാളത്തിലാണ്. മകനെ, ഞാൻ നിനക്ക് കഴുകന്റേതുപോലെ വലിയ 2 ചിറകുകൾ തരുന്നു. ഇത്രയും പറഞ്ഞു. എല്ലാം മാഞ്ഞു പോയി, ദർശനമെല്ലാം മാഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റു, എന്റെ കാര്യങ്ങളെ കടന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല, രഹസ്യമാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഇനിയും മടങ്ങി 2020 വരികയാണ്. ബഥാനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ പ്രവർത്തനം ശക്തമായിട്ട് അവിടെ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അനേകർ കടന്നു വന്നു. ഇതുപോലെ ഹൃദയത്തിൽ ഭാരമുള്ളവര്, ഹൃദയത്തിൽ മുറിവേറ്റവര്, സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചവര്, അപ്പോൾ തന്നെ അവർ സ്വന്തമായിട്ട് ആരാധിക്കുന്നവര് ഒക്കെ കടന്നു വരുവാനിടയായി. അവരെയൊക്കെ ബൈബിൾ ക്ലാസ്സുകളിലൂടെ ബൈബിൾ വചനം പഠിപ്പിച്ചുകൊണ്ട്, വചനത്തിലൂടെ മാത്രം അവരെ തിരികെ കർത്താവിന്റെ കൃപയിലേക്കും ക്ഷമാശീലത്തിലേക്കും മറ്റുള്ളവരെ ക്ഷമിക്കുന്നതിലേക്കൊക്കെ അവരെ കൊണ്ടുവരുവാൻ, അവരെയൊക്കെ ചിലരെ അവർ പണ്ട് പോയിക്കൊണ്ടിരുന്ന സഭയുമായിട്ട് ബന്ധിപ്പിക്കുവാനും മറ്റു ചിലരെ അവർക്ക് ഇഷ്ടമുള്ള സഭയുമായിട്ട് ബന്ധിപ്പിക്കുവാനും ഒക്കെ കർത്താവ് കൃപ ചെയ്ത് അനുഗ്രഹിച്ചു. അപ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ കാലത്ത് ഞങ്ങൾക്ക് മുറിയിൽ നിന്ന് മാറി സൂം പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ ബൈബിൾ ക്ലാസ്സുകളും ആരാധനയൊക്കെ സൂമിലാക്കി. അങ്ങനെ 2022 ഒരു സഭയിൽ എന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ക്ഷണിച്ചു. ഫിജിറയിലുള്ള ഒരു സഭയാണ്. ഞാൻ അതിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ശുശ്രൂഷയിലാണ് ആദ്യമായിട്ട് ഈ വഴി തുറക്കണേ 2012 കണ്ട, ഓർത്തൊക്കെ 10 വർഷം കഴിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര പ്രേരണയുണ്ടായി, ഈ സാക്ഷ്യം പങ്കുവെക്കണം. അവരോട് ഈ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ വീട്ടുകാർ പോലും കേട്ടിട്ടില്ല, എൻ്റെ വൈഫ് പോലും കേട്ടിട്ടില്ല. ഈ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് മനസ്സിലായോ ആ ചിറക് ഏതെന്ന്? ഞാൻ ആ ചോദ്യം എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു, ദൈവസ്ഥാനത്തിൽ ഇരുന്നു. ദൈവമക്കൾ കേൾക്കണോ? ഞാൻ വളരെ ധ്യാനിച്ചു ആ ചിറക് ഏതാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതായ എയർബസ് 380 പ്രിയപ്പെട്ടവർ അറിയുമെങ്കിൽ അതിന്റെ ചിറകുകൾ എത്ര വലുതാണ്. എന്റെ വഴി തുറന്ന 2 വലിയ ചിറകുകളാണ്. ഞാൻ എത്തിഹാദ് എയർവേസിൽ എഞ്ചിനീയറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വഴി തുറക്കണമേ എന്നൊരു പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ കർത്താവ് ഇറങ്ങി വന്ന് എന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളയുവാനായിട്ട് വെമ്പൽ കൊണ്ട് ഇറങ്ങിത്തിരിച്ച പൈശാചിക ശക്തിയെ തകർത്തുകൊണ്ട് എന്നെ വിടുവിച്ച്, ഞാൻ പോലും അറിയാത്ത മനസ്സിലാകാത്ത വിധത്തിൽ 2 വലിയ ചിറകുകൾ തന്ന് എന്റെ വഴി തുറന്ന് എന്റെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ അപ്പോൾ തീരുമാനമെടുത്തു, എന്റെ അടുത്ത പ്രാർത്ഥന, കർത്താവേ, എന്നെ ഇവിടെ ഏൽപ്പിച്ച ശുശ്രൂഷ അവസാനിച്ചുവെങ്കിൽ എത്രയും വേഗം എന്നെ തിരികെ ഭവനത്തിലെത്തിക്കണം, തിരികെ നാട്ടിലെത്തിക്കണം. നാട്ടിൽ ഞാൻ ജനിച്ചിടത്ത് എനിക്ക് അവിടുത്തെ സാക്ഷ്യപ്പെടുത്തണം. അനേകരെ എനിക്ക് ക്രിസ്തുവിന് വേണ്ടി നേടണം. ഞാൻ എഴുന്നേറ്റു. അത് കഴിഞ്ഞ പല ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സൂം മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ മറ്റു സൂം മീറ്റിങ്ങുകളൊന്നും കയറാറില്ല. കാരണം എനിക്ക് സമയം കിട്ടാറില്ല. മിനിസ്റ്ററുടെ കാര്യങ്ങൾ കൊണ്ട് തന്നെ ധാരാളം സമയം, ജോലി സ്ഥലത്ത് പോകുന്ന മിനിസ്റ്ററുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാരണം അവിടെ ജോലി അധികം എനിക്കില്ല. എനിക്ക് ലൈസൻസ് ഉള്ളത് കൊണ്ട് അധികം ജോലിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു വാട്സാപ്പ് സന്ദേശം വരികയാണ്, ഒരു ലൈവ് ഉപവാസ പ്രാർത്ഥന മുംബൈയിൽ നടക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അതിനകത്ത് എന്റെ മുഴുവൻ പേര് വെക്കാതെ എന്റെ മുഴുവൻ പേര് ആൻസൺ എബ്രഹാം വർഗീസ് എന്ന്. അപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്ന അബുദാബി, ദുബായ്, ഷാർജ എല്ലായിടത്തും ഉണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഞാൻ എബ്രഹാം ദുബായ് എന്ന് പേര് വെച്ചിട്ട് ഞാൻ അതിൽ കയറിയ ഉടനെ ആ ദേവദാസൻ പറയുകയാണ്, ഇപ്പോൾ ദുബൈയിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്നതായ എബ്രഹാം, നിന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഞാൻ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? എനിക്ക് എത്രയും പെട്ടെന്ന് മടങ്ങി വരണമെന്നാണല്ലോ കർത്താവിനോട് ഞാൻ അതല്ല പ്രാർത്ഥിച്ചത്. അതുപോലെ ഈ ദേവദാസൻ ദൂതായിട്ട് വിളിച്ച് പറയാൻ പറ്റും. മുൻപോട്ട് വെച്ച കാല് പിൻപോട്ട് എടുക്കാതെ മുൻപോട്ട് തന്നെ പോകുക. അപ്പോൾ ഉറപ്പിച്ചു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇനിയും ഉണ്ട് 15-20 വർഷങ്ങൾ ജോലി ചെയ്യുവാനായിട്ട്. എനിക്കുണ്ട് 15 വർഷത്തോളം. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമ്മൾ റിസൈൻ ചെയ്യുകയാണ്, നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്.
നമ്മുടെ കുഞ്ഞിനെ നാട്ടിൽ പഠിപ്പിക്കാൻ പോവുകയാണ്. മകൾ അപ്പോഴത്തേക്ക് ജോലിയായി. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയാണ്, കുടുംബം റിസൈൻ ചെയ്ത് നേരത്തെ 2023 ജൂണിലേക്ക് അവർ നാട്ടിൽ വരുന്നു. എനിക്ക് പെട്ടെന്ന് റിസൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. അതുകൊണ്ട് സാവധാനം എന്റെ കൂടെയുള്ളവരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർക്കൊന്നും ഒരു വിധത്തിലും പ്രയാസം ഉണ്ടാകാത്ത വിധത്തിൽ 2023 നവംബറിൽ റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലെത്തി. അങ്ങനെ ഇവിടെ ഭവനത്തിൽ അങ്ങനെ തിരികെ കുമ്പനാട് IPC ഏലിയമില് മുഴുവൻ സമയം ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കുമായിട്ടും ആരാധനാപരമായ പ്രാർത്ഥനാപരം എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ദേവദാസനെ സഹായിക്കുവാനുള്ള ഒരു ശുശ്രൂഷ സഭ ഏൽപ്പിച്ചു. അപ്പോൾ തന്നെ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കുവാൻ തുടങ്ങുവാൻ ഉള്ള തുടക്ക കാര്യങ്ങൾ ചെയ്തു വരുന്നു. ട്രാക്ട് പ്രിന്റ് ചെയ്യുവാനും ട്രാക്ട് മിനിസ്ട്രിയും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഇപ്പോൾ ഒരു പ്രത്യേക നിയോഗം തന്നു കഴിഞ്ഞു. ഹൃദയത്തിൽ മുറിവേറ്റവർ, നിരാശയിലായിരിക്കുന്നവർ, ആത്മഹത്യാ പ്രവണതയുള്ളവർ, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ആത്മഹത്യാ പ്രവണത ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. സ്തോത്രം. ഇപ്പോൾ അതാണ് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. കാരണം കേരളം, പ്രത്യേകിച്ച് കേരളം ആത്മഹത്യയുടെ പിടിയിൽ അമർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അനേകരെ വിടുവിച്ച് ക്രിസ്തുവിന് വേണ്ടി അവരെ നേടുവാനായി ഉള്ള ഒരു പ്രവർത്തനത്തിലാണ്. പ്രിയമുള്ളവർ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. ഇത്രയും സമയം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന ഏവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ദൈവസന്നിധിയിൽ താഴ്ന്നുകൊള്ളുന്നു. ഗോഡ് ബ്ലസ് യു.